അനുഗ്രഹിക്കപ്പെട്ട ഈ പുതിയ ആഴ്ചയുടെ ആദ്യത്തെ ദിവസം കർത്താവിന്റെ വിശുദ്ധ സന്നിധിയിൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ സൃഷ്ടികർത്താവും ദൈവവും പിതാവുമായവൻ ആരെന്നറിഞ്ഞ് മക്കളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാം. പ്രൈസ് ദി ലോർഡ്. നാം ആരെ സേവിക്കുന്നു എന്ന് നാം വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണമെന്ന് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സംസാരിച്ച വിഷയം ഏതാണ് എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഈ ആഴ്ചയിലും സംസാരിക്കുവാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദിവസം ഈ വിശുദ്ധ ആരാധനയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി നമ്മുടെ കർത്താവും പരിശുദ്ധമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ വന്ദനം ചൊല്ലുകയാണ്. നാം വായിച്ച കുറിവാക്യം എങ്ങനെയാണ്? എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ബട്ട് ഓഫ് ദ ട്രീ ഓഫ് ദ നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ thou shalt not eat of it. In the day thou shalt eat surely die. തീർച്ചയായും നീ മരിക്കും എന്നാണ് അവിടെ പറയുന്നത്. ആളുകൾ ചോദിക്കും, എന്നിട്ട് ആദാം മരിച്ചില്ലല്ലോ, ആദാം എത്ര വർഷം ജീവിച്ചു? ആദാം 930 വർഷം ജീവിച്ചു. എന്നാൽ നാം ജഡത്തിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യരായ നാം ചിന്തിക്കുന്നതല്ല ദൈവസന്നിധിയിൽ മരണം. എന്താണ് ദൈവത്തിന് മുമ്പാകെ മരണം? ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ്, സെപ്പറേഷൻ ഫ്രം ഗോഡ്. നമുക്കറിയാം, ദൈവം ഉൽപ്പത്തി 2:7 പറയാണ്, ദൈവം നിലത്തെ പൊടി, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏതെങ്കിലും ഒരു തോട്ടം ഉണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി എന്ന് പറയുക. എന്നിട്ട് ദൈവം അവന് ആ തോട്ടത്തിൽ മനോഹരവും ഫലപ്രദവുമായ വൃക്ഷങ്ങളെ കൊണ്ട് നിറച്ചു. ഭൂമിയിലുള്ള സകല ജീവജന്തുക്കളുടെയും സകലത്തിന്റെയും മേൽ അവനെ അധികാരിയാക്കി വെച്ചു എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം ആദാമിനോട് പറയുന്ന ഒരു കാര്യം ഇതാണ്, തോട്ടത്തിന്റെ നടുവിൽ ഒരു വൃക്ഷമുണ്ട്, ആ വൃക്ഷത്തിന്റെ പേരാണ് ദ ട്രീ ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ. ആമേൻ. ആ മരത്തിന്റെ പേരാണ് നന്മ തിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വൃക്ഷം. അതിൽ നിന്ന് മാത്രം നീ എന്ത് ചെയ്യരുത്? ഭക്ഷിക്കരുത് എന്ന് എഴുതി, അല്ലെങ്കിൽ എന്ന് യാദവനോട് കൽപ്പിച്ചു. ബാക്കിയുള്ളത് എല്ലാത്തിൽ നിന്നും ഭക്ഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഈ ഒരു കാര്യം മാത്രം ചെയ്യരുത് എന്ന് ദൈവം അവനോട് കൽപ്പിച്ചു. ദൈവം ആ തോട്ടത്തിൽ ആ വൃക്ഷം അവിടെ വെക്കാതിരിക്കുകയല്ല ചെയ്തത്, അതവിടെ സ്ഥാപിക്കുകയും അതിനെ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യവും മനുഷ്യന് ഉൽപ്പത്തി മുതൽ കൊടുത്തതായും കാണുന്നുണ്ട്. എന്നാൽ ദൈവം ഒരു വാണിംഗ് കൊടുക്കുകയാണ്, ഇത് ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ നൈസർഗികമായ സ്വഭാവമാണ് ഒരു കാര്യം അരുതെന്ന് പറഞ്ഞാൽ അതിലേക്ക് ഒന്ന് എത്തി നോക്കുക, അതെന്താണെന്ന് അറിയുക എന്നുള്ള ഒരു വാസന. അത് ആദമിൽ തുടങ്ങി എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. ഇവിടെ ദൈവം പറഞ്ഞു, അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. ആദാം മരിച്ചോ? മരിച്ചു. ആദാം എന്ന മനുഷ്യന്റെ ശരീരമോ ദേഹിയോ അല്ല മരിച്ചത്, മറിച്ച് ആദാം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും വേർപെട്ടു പോയി. ദൈവത്തിന്റെ ജീവനിൽ നിന്നും വേർപെട്ട് ഒരു വ്യക്തിയായി ആദാം മാറി എന്ന് നാം കാണുന്നു. കഴിഞ്ഞ ആഴ്ച നാം വായിച്ചു, സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 7-ാമത്തെ വാക്യം പറയുകയാണ്. ആ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന, പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി പോകും. പ്രൈസ് ദി ലോർഡ്.
അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് ഒരു മനുഷ്യന്റെ മരണാനന്തരം അവന് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ്, അല്ലെ? അവന്റെ ദേഹവും ദേഹിയും ആത്മാവും മൂന്നായിട്ട് പിരിയും എന്ന് നാം വായിച്ചു, അല്ലെങ്കിൽ നാം പഠിച്ചു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാൽ ബൈബിൾ പറയുന്ന എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നാണ് പറയുന്നത്. അപ്പം ബൈബിളിന്റെ കാഴ്ചപ്പാടിൽ മരണം എന്ന് വെച്ചാൽ നിത്യനായ ദൈവത്തിനോടൊപ്പം ജീവിക്കാൻ നിത്യനായി സൃഷ്ടിക്കപ്പെട്ട ദൈവം, അല്ല മനുഷ്യൻ നിത്യനായ ദൈവത്തിന്റെ നിത്യമായ ഭാഗത്തിൽ നിന്നും വേർപെട്ട് അമർത്യനായിരിക്കേണ്ടതിന് സൃഷ്ടിക്കപ്പെട്ടവൻ മർത്യനായി തീർന്നു. എന്ന് വെച്ചാൽ ആദാം ഈ ഭൂമി ജഡത്തിൽ മരിക്കയില്ലെന്നുള്ളതല്ല, നമ്മുടെ എല്ലാം ആത്മസംബന്ധമായി നാം എല്ലാവരും ആദാം എന്ന വ്യക്തിയുടെ പാപനിമിത്തം ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയി. എന്നാൽ ദൈവം സർവകൃപാലു ആയതുകൊണ്ട് ദൈവം അവിടെ അവസാനിപ്പിക്കുകയല്ല ചെയ്തത്. ഉൽപ്പത്തി 3:15 വരുമ്പോൾ ദൈവം സ്ത്രീയുടെ സന്തതിയെ വാഗ്ദത്തം ചെയ്യുക, മടങ്ങി വരുവാനുള്ള ഒരു വഴി ദൈവം ആഹ്വാനം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഉൽപ്പത്തിയുടെ താളുകളിൽ നാം മറിച്ച് മുന്നോട്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ യെശയ്യാ 59:2 നാം വായിക്കുന്നത് നിങ്ങളുടെ അകൃത്യങ്ങൾ എത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് എന്ന് വായിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തെയും നമ്മയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് മനുഷ്യൻ ചെയ്യുന്ന അകൃത്യങ്ങളാണ്, ട്രാൻസ്ഗ്രഷൻസ് ആണ്, അവന്റെ പാപമാണ് മനുഷ്യനെ ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് എന്ന് നാം കാണുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്ന പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മത്തായി 10:28 നാം കഴിഞ്ഞ ആഴ്ച പഠിച്ചു, ദേഹത്തെയും ദേഹിയെയും കൊല്ലുവാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. ആ വിഷയം നമുക്ക് വേറൊരു ദിവസം സംസാരിക്കാം ഡീറ്റെയിൽ ആയിട്ട്. മറിച്ച് ദേഹത്തെ മാത്രം കൊല്ലുന്നവനെ എന്ത് ചെയ്യണ്ട, ഭയപ്പെടണ്ട, മറിച്ച് നിന്റെ ദേഹിയെ കൊല്ലുന്നവനെ ഭയപ്പെടുവിൻ എന്ന് പറഞ്ഞു. ഇവിടെ യെഹെസ്കേൽ പ്രവാചക പുസ്തകത്തിൽ പറയുകയാണ്, പാപം ചെയ്യുമ്പോൾ നമ്മുടെ ദേഹി മരിക്കും, ആത്മാവിന് മരണമില്ല. ആത്മാവ് എവിടെ പോകുന്ന പറഞ്ഞത്? ആത്മാവ് അവന്റെ ദാതാവിന്റെ അടുക്കിലേക്ക് പോകും. അപ്പൊ നമുക്ക് ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട ആദാമിൽ സൃഷ്ടിക്കപ്പെട്ട സകല മനുഷ്യർക്കും ദൈവം ഒരു ദേഹവും ഒരു ദേഹിയും ഒരു ആത്മാവും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ആത്മാവാണ് നമ്മൾ എന്ന വ്യക്തി. ഈ ആത്മാവിനൊരു ശരീരമുണ്ട്, ആ ശരീരത്തിനൊരു പ്രാണനുണ്ട്. അതാണ് നമ്മളാകുന്ന വ്യക്തിയുടെ ആകത്തുക. എന്നാൽ നാം ജീവൻ സംബന്ധിച്ച് ദൈവത്തിന്റെ ജീവൻ ആയതുകൊണ്ടാണ് പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് പറയുന്നത്. എന്നാൽ പാപം ചെയ്യുന്ന ദേഹിയെ മരണത്തെ ഏൽപ്പിച്ചു കൊടുത്ത് വെറുതെ ഇരിക്കുകയല്ല ദൈവം ചെയ്തത്. ദൈവം മടങ്ങി വരുവാനുള്ള വാഗ്ദത്തം നൽകുന്നു. ഉൽപ്പത്തി 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ. അപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം നമുക്ക് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണമെങ്കിൽ അവിടെ നമുക്ക് വേണ്ടി ഒരു യാഗം അർപ്പിക്കപ്പെടണം, ഒരു വ്യക്തി നമുക്ക് വേണ്ടി മരിക്കണം, അല്ലെങ്കിൽ കുറച്ച് നിഷ്കളങ്ക രക്തം നമുക്ക് വേണ്ടി ചിന്തപ്പെടണം. അങ്ങനെ ഏതെങ്കിലും ഒരു നിഷ്കളങ്ക രക്തം നമുക്ക് വേണ്ടി ചിന്തപ്പെടുന്ന നിമിത്തം നമുക്കൊരു കണ്ടിന്യൂയിങ് ആയിട്ട് നിലനിൽക്കുന്നതായ റിലേഷൻഷിപ്പ് ദൈവത്തിന്റെമായിട്ടുള്ള വിശുദ്ധി നമുക്കില്ല. ബിക്കോസ് നമ്മൾ ഈ ശരീരത്തിൽ വസിക്കുന്നതുകൊണ്ട്, നമ്മൾ പാപം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ലേവ്യ പുസ്തകത്തിൽ പറയുന്ന പാപപരിഹാര യാഗങ്ങൾ ദൈവസന്നിധിയിൽ നമ്മളെ വിശുദ്ധിയിൽ തെളിയിക്കുവാൻ പര്യാപ്തമല്ല. നാം ഗലാത്യ ലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം, നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകും. അപ്പൊ ഞാൻ പറഞ്ഞ ഈ ആടുകളുടെയും കാളക്കിടാങ്ങളുടെയും ആണ്ടുതോറുമുള്ള ബലികളും പാപപരിഹാര ബലികളും ഹോമയാഗങ്ങളും ഒന്നും ഇതൊക്കെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാണ്. ന്യായപ്രമാണം നമ്മളോട് ആവശ്യപ്പെടുന്ന ലോയാണ്, നിയമത്തിന്റെ ആവശ്യങ്ങളാണ്. എന്നാൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഒരു കാലത്ത് ന്യായപ്രമാണത്തിന്റെ വാഗ്മിയും പണ്ഡിതനും ന്യായപ്രമാണത്തിന്റെ ഏറ്റവും വലിയ സംരക്ഷകനുമായി ന്യായപ്രമാണത്തിലെ യഹോവയ്ക്ക് വേണ്ടി തീഷ്ണതയോടെ എരിഞ്ഞ് ക്രിസ്തുവിനെ ഉപദ്രവിച്ചവനാണ് അവൻ. എന്നാൽ യേശു ക്രിസ്തു ദൈവമാണെന്നും താൻ കണ്ടുമുട്ടിയത് സൃഷ്ടികർത്താവായ താൻ സേവിച്ചു വന്നിരുന്ന യഹോവയായ ദൈവമാണെന്നും ആ ദൈവം തന്നെ അവനോട് സംസാരിച്ചപ്പോൾ നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നുവെന്ന് അരുളി ചെയ്ത് ആ കാര്യം മനസ്സിലായപ്പോൾ പിന്നീട് താൻ
ആരടിയ തന്റെ ന്യായപ്രമാണ പ്രകാരമുള്ള ശുശ്രൂഷ അവസാനിപ്പിച്ചിട്ട് അറേബ്യയിലേക്ക് പോയി. 3 ആണ്ട് അറേബ്യയിൽ പുസ്തകം, പിന്നെയും ഉൽപ്പത്തി മുതൽ ന്യായപ്രമാണം മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങൾ വീണ്ടും ദൈവാത്മ നിവേശിതമായി പഠിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് താൻ ഗലാത്യ ലേഖനം ആരംഭിക്കുമ്പോൾ അതിനെ മറ്റ് പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തുടക്കം എങ്ങനെയാണ്? മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും എത്രേ. ഹല്ലേലൂയ. അതുകൊണ്ട് പോൾ പറയാണ്, ഞാൻ മനുഷ്യരിൽ നിന്നല്ല ഈ ജ്ഞാനം പ്രാപിച്ചത്, എന്നാൽ മറ്റാരേക്കാളും. പോൾ പിന്നീട് 2 കൊരിന്ത്യയിലൊക്കെ പറയുന്നുണ്ട്, എന്തെങ്കിലും മേനി നടിക്കാൻ കഴിയുമെങ്കിൽ മറ്റാരേക്കാളും എനിക്ക് എന്തുണ്ട്? കഴിയും. കാരണം ഞാൻ ഒന്ന് ബെന്യാമിൻ ഗോത്രത്തിൽ ബെന്യാമിൻ, റോമ പൗരത്വമുള്ളവൻ, തീഷ്ണത കൊണ്ട് സഭയെ മുടിച്ചവൻ എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തനിക്ക് പറയാനുണ്ട്. എന്നാൽ അതിന്റെ ഒടുവിൽ താൻ പറയുകയാണ്, അതെല്ലാം ചവറാണ്. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണത്തിന് വിദ്യാഭ്യാസമോ ഗമാലിയലിന്റെ കോളേജ് ഓഫ് തിയോളജിയിൽ ലഭിച്ച PhD ഡിഗ്രികളോ ഒന്നും അല്ലെങ്കിൽ തനിക്ക് ദൈവസന്നിധിയിൽ യാതൊരു പ്രസാദവും കണ്ടെത്താൻ മതിയായതല്ല. അതുകൊണ്ട് ഇപ്പോൾ ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പോൾ പറയുകയാണ്, ഒരിക്കൽ മനുഷ്യരിൽ നിന്ന് പഠിച്ചവൻ ഇപ്പോൾ പറയുകയാണ്, ഞാൻ മനുഷ്യരിൽ നിന്നല്ല പഠിച്ചത്, മറിച്ച് യേശു ക്രിസ്തുവിൽ നിന്നും പഠിച്ചതാണ്. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആത്മാവാണ് അവനെ പഠിപ്പിച്ചത്. നമുക്കറിയാം, പോൾ തന്റെ ജീവിതത്തിൽ ഒരിക്കലും യേശുവിനെ വ്യക്തിപരമായി അനുഭവിച്ചിട്ടില്ല, വ്യക്തിപരമായി കണ്ടിട്ടില്ല. ശേഷം അപ്പോസ്തലന്മാരെ പോലെ അവരോടുകൂടെ നടക്കുവാൻ അവന് ഭാഗ്യം ലഭിച്ചിട്ടില്ല. എന്നാൽ അവരെക്കാൾ അധികം താൻ അധ്വാനിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവസഭയ്ക്ക് വേണ്ടി, ജാതികളുടെ സഭയ്ക്ക് വേണ്ടി ഏറ്റവും അധികം ഉപയോഗിച്ചു, ലോക സ്ഥാപനത്തിൽ തെരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെ താൻ പറഞ്ഞതിന് ശേഷം നമ്മൾ 3:10 വരുമ്പോൾ, ഈ ന്യായപ്രമാണത്താലുള്ള നീതീകരണം സംബന്ധിച്ച് അനേക സംവത്സരങ്ങൾ യഹൂദന്മാരെ ന്യായപ്രമാണത്തിലുള്ള നീതീകരണത്തെ പഠിപ്പിച്ചു വന്നവൻ ഇപ്പോൾ പറയുകയാണ്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന്റെ കീഴാണ്. ഹല്ലേലൂയ. ബൈബിൾ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതും, എഫേസു സഭയ്ക്ക് ലേഖനം എഴുതുമ്പോഴും 2 കൊരിന്ത്യർ 3 അധ്യായം ആരംഭിക്കുമ്പോഴും ന്യായപ്രമാണത്തെ പോൾ എന്തെന്നാ പറയുന്നേ? ന്യായപ്രമാണത്തെ പോൾ പറയുന്നത് എന്താ? ശാപം എന്നല്ലേ പറയുന്നേ? വായിച്ച എഫേസ്യർ 2 അധ്യായം. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിശോധനയേറ്റ് പരിശോധനക്കാർ എന്ന പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നുവെന്ന് ഓർത്തുകൊള്ളുവിൻ. നമുക്കറിയാം, എഫേസു സഭ ഒരു ജാതീയ സഭയല്ലേ. എന്നിട്ട് പോളോട് പറയാണ്, നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി ഇരുന്നു. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി. അപ്പൊ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുവാൻ നമുക്ക് തടസ്സമായി നിന്നിരുന്ന ശത്രുത്വം എന്നാണ് ഒരു കാലത്ത് അതിന്റെ ഉപാസകനായിരുന്നവൻ ഇപ്പോൾ വന്ന് പറയുകയാണ്, ഈ ന്യായപ്രമാണം, the law of God become an enmity between God and you. നിനക്കും ദൈവത്തിനുമിടയിൽ ഒരു ശത്രുതയായി ഈ ന്യായപ്രമാണം മാറി. കാരണം ബൈബിൾ പറയുന്ന ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികൾ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. ഒരു ന്യായപ്രമാണത്തിനും ഒരു മനുഷ്യന്റെ പാപത്തെ നീക്കുവാൻ കഴിയുന്നതല്ല എന്നാണ് നമ്മോട് വായിച്ചത്. ഓക്കെ, ഇന്ന് നമ്മൾ 2 കൊരിന്ത്യർ അതിന്റെ 3 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിലേയും കുറച്ച് കാര്യങ്ങൾ നമുക്കത് വായിച്ചിട്ട് പോവാം. 2 കൊരിന്ത്യർ 3 അധ്യായം. ഇവിടെ 6-ാമത്തെ വാക്യം മുതൽ, അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, നമുക്കറിയാം ന്യായപ്രമാണത്തെ വിളിക്കുന്നത് എന്താണ്? അക്ഷരത്തിന്റെ ശുശ്രൂഷയാണ്. മിനിസ്ട്രി ഓഫ്
ദ വേർഡ്, ലിറ്ററൽ വേർഡ്, അക്ഷരങ്ങളിൽ എഴുതപ്പെട്ട കല്ലുകളിൽ കൊത്തപ്പെട്ട നിയമമാണ് ന്യായപ്രമാണം. അതിനെക്കുറിച്ച് പോൾ ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? അവൻ ഞങ്ങളെ പുതു ഞങ്ങൾ പ്രാപ്തരാക്കി എന്നല്ല, അവൻ പ്രാപ്തി ദൈവത്തിന് നടന്നത്. അവൻ ഞങ്ങളെ പുതു നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. എന്താണ് പുതിയ നിയമം? യേശു ക്രിസ്തുവിന്റെ ചങ്കിലെ ചോരയാൽ നൽകിയ സ്വാതന്ത്ര്യത്തിന്റെ നിയമമാണ്. അതാണ് ഗലേഷ്യൻ ചാപ്റ്റർ 5:1 പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം പ്രവർത്തികളാലല്ല, മറിച്ച് വിശ്വാസത്താലാണ് നാം സ്വതന്ത്രരായി തീർന്നത്, മക്കളായി തീർന്നത്. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഇവിടെ ന്യായപ്രമാണത്തെ കുറിച്ച്, 10 കൽപ്പനയെ കുറിച്ച് പറയുമ്പോൾ പോൾ പറയുകയാണ്, കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ. ഇന്ന് സബത്തുകാരെന്ന് പറയുന്ന ഒരാളുകള് ഇതിനെ വലിയ കാര്യമായിട്ട് കൊണ്ടുവരും. എന്നാൽ ഒരു കാലത്ത് ഇതിനെ ഏറ്റവും വലിയ സബത്ത് അനുഷ്ഠിച്ചിരുന്നവൻ പറയുകയാണ്, ഈ ശുശ്രൂഷ എന്താണ്? മരണത്തിന്റെ ശുശ്രൂഷയാണ്. ഇവിടെ എന്തില്ല? അതിൽ ഈ ജീവനില്ല എന്ന് പറയുക. ഇന്ന് സബത്ത് 7th ഡേ മിഷൻ എന്നൊക്കെ പറഞ്ഞ് സബത്ത് മിഷൻകാർ വന്നിട്ട് നിങ്ങൾ ശനിയാഴ്ച ആരാധിക്കാത്തത് കൊണ്ട് നിങ്ങളെല്ലാം നശിച്ചു പോകുമെന്ന് പറയുന്നു. നമുക്ക് ശനിയെന്നോ ഞായറെന്നോ തിങ്കളെന്നോ ചൊവ്വയെന്നോ വ്യത്യാസമില്ല. നമുക്ക് എന്നും എപ്പോഴും എവിടെയും ദൈവത്തെ ആരാധിക്കാം. എന്നാൽ ഉയിർപ്പ് നാൾ തുടങ്ങി അപ്പോസ്തലന്മാർ യെരുശലേമിൽ ആരാധിച്ചു കൂടി വന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് നാം ഞായറാഴ്ച ആരാധിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു സൺഡേ വർഷിപ്പ് എന്നുള്ള രീതിയിലുള്ള വർഷിപ്പിന്റെ ഭാഗമല്ല, അല്ലെങ്കിൽ സൂര്യാരാധനയുടെ ഭാഗമായിട്ടല്ല. എല്ലാവർക്കും സൗകര്യപ്രദമായ ഒരു ആരാധനാ സമയം എന്നുള്ള നിലയിൽ അപ്പോസ്തലീയ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആരാധിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇന്ന ദിവസങ്ങളെ പാടുള്ളൂ എന്നില്ല. എന്നാൽ ഇന്ന ദിവസമേ ആരാധിക്കാവൂ എന്ന് നാം ശഠി പിടിക്കുമ്പോൾ നാം ഈ കല്ലിൽ കൊത്തിയ മരണത്തിന്റെ ശുശ്രൂഷകന്മാരായി മാറുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വായിക്കാം, തുറന്ന്. കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളത്. ഈ മരണത്തിന്റെ ശുശ്രൂഷയുമായി മോശ 2 കൈകളിൽ ഓരോ കൽപ്പലകളിൽ എഴുതി ഇതുകൊണ്ട് വരുമ്പോൾ ആ മരണത്തിന്റെ ശുശ്രൂഷ വഹിക്കുന്ന മോശയുടെ മുഖത്ത് നോക്കാൻ പറ്റാതെ വണ്ണം തേജസ് ഉള്ളതായിരുന്നുവെങ്കിൽ ബൈബിൾ പറയുകയാണ്, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ എത്രയധികം തേജസ് ആയിരിക്കും. കാൽവരി മലയിൽ നിന്നും ചങ്കിലെ ചോരയാൽ ഉളവാക്കപ്പെട്ട പുതിയ നിയമം. ഹല്ലേലൂയ എന്ന് പറയുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അതിന്റെ 10ാമത്തെ വാക്യോട് വായിച്ചു. അതെ, തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ്സും ഒട്ടും തേജസ്സില്ലാത്തതായി. അപ്പോ 7th ഡേക്കാരന്റെയും സാബത്ത് മിഷനുകാരന്റെയും അതുപോലെ ന്യായപ്രമാണം ഇന്നും അനുഷ്ഠിക്കണമെന്ന് പറയുന്നവരുടെയും എല്ലാവരെയും പോൾ പറയുകയാണ്, ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒരിക്കൽ മോശയുടെ മുഖത്തെ പ്രകാശിപ്പിച്ച ആ ന്യായപ്രമാണം ഒട്ടും തേജസ് ഇല്ലാത്തതായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണം പ്രവർത്തികളുടെ പ്രമാണമാണെങ്കിൽ കാൽവരി ക്രൂശിൽ വിശ്വാസത്തിന്റെ പ്രമാണം സ്ഥാപിച്ചു. കംപ്ലീറ്റ് ആയിട്ട് ക്രിസ്തു കാൽവരിയിൽ സകല മാനവജാതികളുടെ രക്ഷയ്ക്ക് വേണ്ടി പൂർത്തിയാക്കിയ പ്രവൃത്തി മാത്രം വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ ആവശ്യപ്പെടുന്ന കർമാനുഷ്ഠാനങ്ങൾ കൂടാതെ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ കർത്താവിന് ഒരു സമർപ്പണം മാത്രം മതിയാക്കി തീർത്തു ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഗലാത്യർ 3:10 നമുക്ക് വരാം. 3:10 നാം തുടർച്ചയായിട്ട് വായിച്ചു വന്നിരുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് വായിക്കാം. അതുകൊണ്ട് അതേ തേജസ്, ഒരു മിനിറ്റ്, ഗലാഷ്യൻസ് എടുത്തോട്ടെ. 10 വായിച്ചത്, ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നു. ന്യായപ്രമാണത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ എഴുതിയിരിക്കുന്ന എല്ലാം എന്ത് ചെയ്യണം? നിവർത്തിക്കണം. എന്നാൽ ന്യായപ്രമാണം സംബന്ധിച്ച് മോശ തുടങ്ങി ന്യായപ്രമാണം കൊടുക്കപ്പെട്ട ഇസ്രായേൽ ജനതയിൽ ഇന്ന് വരെയും ആർക്കും ന്യായപ്രമാണത്തെ മുഴുവനായിട്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല? നിവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നിവർത്തിക്കാൻ കഴിയാത്ത ഒരു പ്രമാണത്തിൽ നിന്നാണ് അതിനെ നിവർത്തിച്ചുകൊണ്ട് ഒരുവൻ തേജസ്സിൽ നിന്നും മഹിമയിൽ നിന്ന് കാൽവരിയിൽ വന്ന് നമുക്ക് വേണ്ടി മരിക്കുന്നത്. അപ്പോൾ അവന്റെ മരണത്താൽ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും അവന്റെ മരണത്തിൽ ഉള്ള വീണ്ടെടുപ്പ് വിശ്വസിക്കുന്നവരെ അവൻ എന്നേക്കുമായി സ്വാതന്ത്ര്യം വരുത്തി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എത്രമാത്രം ഭാഗ്യമുള്ളവരാണ്.
10 പൈസയുടെ കർമാനുഷ്ഠാനങ്ങൾ ചെയ്യാതെ, തീർത്ഥാടനങ്ങൾ നടത്താതെ, തലമുണ്ടനം ചെയ്യാതെ, ചെരിപ്പിടാതെ നടക്കാതെ, പട്ടിണി കിടക്കാതെ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകി. ദൈവത്തിന് മാത്രം കഴിയാവുന്ന ഈ തേജസ്സിന്റെ ഈ സ്വാതന്ത്ര്യം കൃപയാൽ ലഭിച്ചവരായി നാം അടങ്ങിയിരിക്കാൻ പാടില്ല. എത്ര വലിയ രക്ഷയാണ് ദൈവം നമുക്ക് നൽകിയതെന്ന് നാം ഓർക്കണം. 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നത്, എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം എന്ന് പോൾ പറയണം. അതുകൊണ്ട് നിയമം പാലിക്കുന്നത് കൊണ്ട്, നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരാൾക്കും ദൈവസന്നിധിയിൽ നീതീകരണമില്ല. ഹല്ലേലൂയ. ഇത്ര കഷ്ടപ്പെട്ട് ഈ നിയമങ്ങളൊക്കെ പാലിച്ചാലും അതൊന്നും ഒരു നീതീകരണമാകുന്നില്ല. നീതീകരണം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നീതീകരണത്തിന് ഇംഗ്ലീഷിൽ പറയുന്നത് ജസ്റ്റിഫിക്കേഷൻ. നമ്മൾ പറയും ജസ്റ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയും അവനെ നീ കണ്ടവാനം ജസ്റ്റിഫൈ ചെയ്യേണ്ട, അവനെ കണ്ടവാനം വെള്ളപൂശാനും നീതീകരിക്കാനും ശ്രമിക്കേണ്ട നമ്മൾ പറയും. എന്ന് വെച്ചാൽ അവനെ ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, അവൻ നല്ലവനാണ് എന്ന് പറയാൻ ശ്രമിക്കേണ്ട എന്നാണ് അർത്ഥം. ജസ്റ്റിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ഇല്ല എന്ന് സ്ഥാപിക്കുന്നതിനാണ് ജസ്റ്റിഫൈ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. There is nothing such you. നിങ്ങൾ പറയുന്നത് പോലെ അങ്ങനെ ഒരു കാര്യമില്ല എന്നാണ് ജസ്റ്റിഫിക്കേഷന്റെ അർത്ഥം. അപ്പം ന്യായപ്രമാണം നമ്മൾ ചെയ്ത കാര്യങ്ങളെ ഇല്ല എന്ന് പറയുന്നില്ല, മറിച്ച് ന്യായപ്രമാണം പറയുകയാണ് ഈ ഇന്ന നിയമങ്ങൾ പ്രകാരം നീ കുറ്റക്കാരനാണ്. അതാണ് ന്യായപ്രമാണം പറയുന്നത്. ഹല്ലേലൂയ. പല ദേവദാസന്മാരും പറയുന്ന പോലെ ന്യായപ്രമാണം എന്നാണ്. ന്യായപ്രമാണം, the law of Moses is a policeman pointing you guilty by every commandment. ഓരോ കൽപ്പന പ്രകാരവും നീ കുറ്റവാളിയാണ് എന്ന് പറയുകയാണ് ന്യായപ്രമാണം ചെയ്യുന്നത്. അല്ലാതെ ഈ നിയമങ്ങൾ നിന്നെ വെള്ളപൂശുന്നില്ല, ഈ നിയമങ്ങൾ നിന്നെ കുറ്റക്കാരനല്ലാതാക്കുന്നില്ല. കാരണം ഈ നിയമങ്ങളെല്ലാം നീ ലംഘിക്കപ്പെട്ടവനാണ്. ഈ നിയമങ്ങൾ പാലിക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. നിനക്ക് പോകട്ടെ, നിന്റെ പിന്നിലുള്ള ഒരു തലമുറയ്ക്കും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ പോൾ 3:11 പറയണം, എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. The just shall live by faith. നീതിമാൻ ആരാണ്? വിശ്വാസത്താൽ ജീവിക്കും നീതിമാൻ. അവൻ പ്രവൃത്തികളാലല്ല. എന്ത് വിശ്വാസത്താൽ? ഞാൻ മരിക്കേണ്ട മരണം എന്നെ സൃഷ്ടിച്ചവൻ കാൽവരിയിൽ ഒരു ജഡമെടുത്ത് ലോകത്തിലേക്ക് വന്ന് ആ ജഡത്തിൽ എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള വിശ്വാസം, ആ മരണത്തിൽ എനിക്ക് എന്നേക്കുമായി ന്യായപ്രമാണത്തിന്റെ എന്നെ കുറ്റക്കാരനെന്ന് വിധിക്കുന്ന സകല കുറ്റങ്ങളുടെ മേലും എനിക്ക് ജയമുണ്ട് എന്നുള്ള വിശ്വാസമാണ് നാം ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടാൻ പോകുന്നത്. ഹല്ലേലൂയ എന്നല്ലേ ഉള്ളത്. ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്. ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനം എന്താണ്? വിശ്വാസമല്ല. അതിന്റെ അടിസ്ഥാനം എന്താണ്? പ്രവർത്തികളാണ്, അല്ലെ? അപ്പം എന്താണ്? വാട്ട് ഈസ് ദ ബേസിക് ഓഫ് ദ ലോ? ദ ബേസിക് ഓഫ് ദ ലോ ഈസ് വർക്ക്സ്. പ്രവർത്തികളാണ്. പ്രവർത്തികൾ കൂടാതെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് യാക്കോബ് പുസ്തകം പറയും. അത് വേറൊരു കോണ്ടെക്സ്റ്റിലേക്ക് പോവുകയാണ്. അപ്പോ ആളുകൾ ചോദിക്കും, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവം എത്രേ? ഏത് പ്രവൃത്തിയെ കുറിച്ചാണ് പറയുന്നത്? ഒരുവൻ യേശുക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം, ദൈവകൃപ കണ്ടെത്തിയതിനു ശേഷം, സൗജന്യമായ പാപക്ഷമ ലഭിച്ചതിന് ശേഷം, ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ചതിന് ശേഷവും നീ മടിയനായി ഒരു നന്മയുടെ പ്രവൃത്തിയിൽ നിന്ന് പുറപ്പെടുന്നില്ലെങ്കിൽ നിന്റെ വിശ്വാസം വ്യർത്ഥമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ന്യായപ്രമാണത്താലുള്ള പ്രവൃത്തിയല്ല, വിശ്വാസത്തിന്റെ പ്രവൃത്തി. കർത്താവ് എന്നെ നീതീകരിച്ചു, എനിക്ക് ലഭിച്ച നീതീകരണം മറ്റൊരുത്തിന് ലഭിക്കാൻ ഞാൻ അധ്വാനിക്കണം. അവനെ ഒരുപക്ഷെ നേടുവാൻ അവൻ ഒരു നേരത്തെ ആഹാരം കൊടുക്കേണ്ടി വരാം, അവനല്പം പൈസ കൊടുക്കേണ്ടി വന്നേക്കാം, അവനെ ഭവനത്തിൽ സന്ദർശിക്കേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ള പ്രവൃത്തികളാണ് ഇവിടെ പറയുന്നത്. ആ പ്രവൃത്തികൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കൊന്ന് ചിന്തിച്ചിട്ട് പോകാം. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ആരെ കുറിച്ചാണ് പറയുന്നത്? ഇവിടെ എഫേസൂസിൽ
കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട സഭയോട് പോൾ പറയുകയാണ്, അങ്ങനെ ഇന്ന് വരെയും അതേ വിശ്വാസ പ്രമാണം മുറുകെ പിടിച്ച് വിശ്വാസത്താൽ നീതീകരണം ലഭിക്കപ്പെട്ടവരോട് പറയുകയാണ്, നാം ദൈവത്തിന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടു. ദൈവത്തിന്റെ കാൽവരി ക്രൂശിലെ പ്രവൃത്തിയുടെ ഫലമായി നാം സൽപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇനി പറയുക, വിശ്വാസാൽ നീതീകരണം ലഭിച്ചിട്ട്, വിശ്വാസാൽ ശുദ്ധീകരണം ലഭിച്ച മനുഷ്യൻ, ആൾറെഡി എനിക്ക് വിശ്വാസ നീതീകരണം ലഭിച്ചു, ഇനി എനിക്കൊന്നും ചെയ്യണ്ട എന്ന് പറയുന്നവൻ, അവനിൽ ശരിയായ ക്രിസ്തുവിന്റെ ജീവൻ വാഴുന്നില്ല. ക്രിസ്തുവിന്റെ ജീവൻ വാഴുന്നുണ്ടെങ്കിൽ അവൻ അടങ്ങിയിരിക്കാൻ കഴിയില്ല. അവന്റെ മുൻപിലത്തെ സ്വഭാവങ്ങൾ വിട്ട് ക്രിസ്തുവിന്റെ സ്വഭാവം ധരിക്കും. ക്രിസ്തുവിന്റെ കനികൾ അവന്റെ കൊമ്പുകളിൽ, അവന്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ കായ്ക്കണം. അതുകൊണ്ട് ബൈബിൾ പറയുകയാണ്, നാം അതിനു വേണ്ടിയാണ് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പൊ നമ്മളെ ക്രിസ്തുവിൽ വീണ്ടും നാം പുതുതായി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അതെന്തിനു വേണ്ടിയാണ്? നാം ചെയ്യേണ്ടുന്ന നന്മ പ്രവൃത്തികൾക്കായി ക്രിസ്തുവിൽ നാം സൃഷ്ടിക്കപ്പെട്ടു. എന്നിട്ട് ദൈവം അവ മുന്നൊരുക്കി വെച്ചിരിക്കുക. നമ്മൾ ചെയ്യാൻ വേണ്ടി ദൈവം അതിനു വേണ്ടി വഴിയൊരുക്കി വെച്ചിരിക്കുക. ഒറ്റ കാര്യം നീ ചെയ്യാൻ തയ്യാറായാൽ മതി. പൂർണ്ണ മനസ്സോടെ, മടി കൂടാതെ. നിന്നെ വിളിച്ച ആ ദൈവം നിന്നെ അന്ധകാരത്തിൽ നിന്ന്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്, നരകത്തിന്റെ വായി തീയിൽ നിന്നും നിന്നെ വലിച്ചെടുത്ത ദൈവം, നിനക്ക് ലഭിച്ച കൃപ എത്രമാത്രം നീ മനസ്സിലാക്കി അടങ്ങിയിരിക്കാതെ ഇത് മറ്റുള്ളവർക്ക് ലഭിക്കണമെന്ന് നീ വിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ തയ്യാറാകാൻ വേണ്ടി നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക. എനിക്കിത് ചെയ്യാം, ചെയ്യാതിരിക്കാം. ഉൽപ്പത്തിയിൽ തുടങ്ങിയ സ്വാതന്ത്ര്യം ഇന്നും ദൈവം നിലനിർത്തി പോരുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗലാത്യ ലേഖനത്തിലേക്ക് പോകാൻ മുമ്പ് നമുക്ക് മനുഷ്യന്റെ ഏദൻ തോട്ടത്തിൽ പാപം ചെയ്തപ്പോൾ അവന് 4-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം മുതൽ 3-ാമത്തെ 8-ാമത്തെ വാക്യം മുതൽ, യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പം നന്മ തിന്മകൾ തിരിച്ചറിഞ്ഞപ്പോൾ അതുവരെയും അവർ നഗ്നരായിരുന്നു. അവർക്ക് അതിനു മുമ്പ് വേറെ വസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർക്കൊരു വസ്ത്രം ഉണ്ടായിരുന്നു. എന്ത് വസ്ത്രമായിരുന്നു? ദൈവത്തിന്റെ തേജസ്സിന്റെ വസ്ത്രം ഉണ്ടായിരുന്നു. എന്നാൽ തിന്മ ചെയ്യുക വഴി, ദൈവത്തോട് അനുസരണക്കേട് കാട്ടുക വഴി ആ തേജസ്സിന്റെ വസ്ത്രം അവരെ വിട്ടുമാറി. ആ തേജസ്സിന്റെ വസ്ത്രം താൻ അവർ ദൈവത്തെ കണ്ടിരുന്നതും അറിഞ്ഞിരുന്നതും വിശ്വാസത്താൽ. ഹല്ലേലൂയ. എന്നാൽ ഈ പാപം നിമിത്തം ദൈവ തേജസ് അവരെ വിട്ടുമാറിയപ്പോൾ അവർ നമ്മെ പോലെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചിന്തിക്കുന്നവരായി. ചെയ്ത തെറ്റിനെ കുറിച്ചുള്ള അവബോധം അവരെ കുറ്റവാളി എന്നുള്ള അവസ്ഥയിൽ എത്തിച്ചിട്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ തലേ ദിവസം വരെ വൈകുന്നേരം നടന്നവർ, ദൈവത്തിന്റെ കൂട്ടായ്മയിൽ സന്തോഷിച്ചിരുന്നവർ ദൈവം തോട്ടത്തിൽ വരുന്നത് അറിഞ്ഞ് ഒളിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോ പാപം ചെയ്യുന്ന ഏതൊരു മനുഷ്യനും പാപത്തെക്കുറിച്ച് ബോധമുണ്ട് എന്നുള്ള കാര്യം വളരെ സ്പഷ്ടമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ പാപത്തിന്റെ ബോധം അവർക്കുണ്ടായപ്പോൾ തേജോമയനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്നലെ വരെ അനുഭവിച്ച് ആസ്വദിച്ചിരുന്നവർ ആ സാന്നിധ്യം കൊതിക്കാതെ വരുന്ന, ദൂരത്ത് പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. ഇന്നും ഒരിക്കൽ പ്രകാശനം ലഭിച്ച് ദൈവത്തിന്റെ ശരിയായ വീണ്ടെടുപ്പ് ലഭിച്ച പലരും ഇന്ന് ദൈവത്തിന്റെ ആ കൂട്ടായ്മ വിട്ട് ലോകത്തിന്റെ പ്രകാരം നടക്കുകയാണ്. ഒരാൾ വരെ ദൈവം അവരെ മാനിക്കും എന്നുള്ള കാര്യം സ്പഷ്ടമാണ്. പക്ഷെ എല്ലാ കാലവും ദൈവത്തിന്റെ ആത്മാവ് അവരോട് വാദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ എഫേസ്യ ലേഖനം 4:17-18 വായിക്കാൻ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. എഫേസൂസിലെ സഭയോട്, വീണ്ടെടുക്കപ്പെട്ട ക്രിസ്ത്യാനികളോട് പൗലോസ് പറയാണ്, അവരുടെ വ്യർത്ഥമായ ബുദ്ധി അനുസരിച്ച് നടന്നതുപോലെ ഇനി നിങ്ങൾ നടക്കരുത്. അവർ അല്പബുദ്ധികളായി അജ്ഞാന നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്നകന്നു. ആദാം ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നതുപോലെ അജ്ഞാനികളായി, അല്പബുദ്ധികളായി, അതിക്രമങ്ങളിലും ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും ഒക്കെ രമിച്ചിരുന്ന
പാപത്തിന്റെ ബന്ധനങ്ങളിൽ നടന്നിരുന്ന, വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടന്നിരുന്ന നിങ്ങൾ ആ അജ്ഞാന നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ച് പോയവരാകിയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൊളോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവിടുന്ന് വായിക്കുന്ന, അതിക്രമങ്ങളിലും നിങ്ങൾ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവനോട് കൂടെ ജീവിപ്പിച്ചു. ആരോടുകൂടെ? ദൈവം ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. കൊളോസ്യസിലെ വിശുദ്ധന്മാരോടാണ് പറയുന്നത്. അവർ പാപമോചനം പ്രാപിച്ച ദൈവസഭയിൽ കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധന്മാരോട് പറയുകയാണ്, അതിക്രമങ്ങളിലും നിങ്ങളെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്നു നിങ്ങൾ. ഒരു സമയം നിങ്ങൾ അങ്ങനെയായിരുന്നു. നിങ്ങളെയും ദൈവം അവനോട് കൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ചു ക്രൂശിൽ തറച്ച് നടുവിൽ നീക്കിക്കളഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. അവിടെ പറയാണ്, അതിക്രമങ്ങൾ, നമ്മുടെ എല്ലാ അതിക്രമങ്ങളെയും ദൈവം നമ്മോട് ക്ഷമിച്ചു. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാ ക്ഷമിച്ചത്? നമ്മൾ അതിക്രമങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ നമുക്ക് കഴിയുമോ? നമ്മൾ ചെയ്ത ഒരു ലംഘനത്തിനും പരിഹാരമില്ല. നമുക്ക് ഒരു പരിഹാര ക്രിയയും ചെയ്യാൻ കഴിയില്ല. ആമേൻ. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, പാപത്തിന്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ മരണമാണ്. പാപം ചെയ്തെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? മരിക്കണം. എന്ത് മരണം മരിക്കണം? നിത്യമായി ദൈവത്തിൽ നിന്ന് വേർപെടണം. അപ്പോ പാപം ചെയ്തു കഴിഞ്ഞാൽ നിത്യമായ ദൈവത്തിൽ നിന്ന് വേർപെട്ട എന്ന് പറയുമ്പോൾ അതിന്റെ അന്ത്യം ചെന്ന് അവസാനിക്കുന്ന എവിടെയാണ്? അഗ്നിപ്പൊയ്കല, അല്ലേ? നമ്മൾ ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് വിട്ടു കഴിയുമ്പോൾ നമ്മൾ മരിച്ചു. അങ്ങനെ മരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിച്ചിരിക്കുമ്പോൾ തിരുവെഴുത്തിൽ പ്രകാരമുള്ള വീണ്ടെടുപ്പിന്റെ ആ വിശ്വാസവും പ്രത്യാശയും നമ്മോട് ആവശ്യപ്പെടുന്ന രക്ഷിക്കപ്പെടുന്ന അവസ്ഥയും സ്നാനവും കൂട്ടായ്മയും ഒന്നും നമ്മൾ ഏറ്റെടുത്തില്ലെങ്കിൽ നാം ചെന്ന് ചേരുന്ന എവിടെയാണ്? അവസാനം നരകത്തിൽ നിന്നും അഗ്നിപ്പൊയ്യിലേക്ക് എത്തിച്ചേരും. എന്നാൽ ഇവിടെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് പോൾ പറയുകയാണ്, അവനോടുകൂടെ ജീവിപ്പിച്ചു, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു. നമ്മുടെ അതിക്രമങ്ങളൊക്കെ ദൈവം നമ്മോട് ക്ഷമിച്ചു. എങ്ങനെ ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയും? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ്, പിതാവിൽ നിന്നും ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയാണ്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. In the beginning was the word, and the word was God, and the word was with God. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം, word was God, and the word was with God. ദൈവത്തോട് കൂടെയായിരുന്നു. അപ്പോ ആദിയിൽ സകലതും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവം ഉണ്ടായിരുന്നു. ആ ദൈവത്തിൽ വചനം ഉണ്ടായിരുന്നു. ആ ദൈവത്തിന്റെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. 14ലേക്ക് വരുമ്പോൾ വായിക്കുന്നത്, ഇവിടെ 14 വായിക്കുകയാണ്, വചനം ജഡമായി തീർന്നു. ദൈവത്തിന്റെ വചനം, ദ സ്പോക്കൺ വേർഡ് ബിക്കം ഫ്ലഷ്, മാംസമായി തീർന്നു. എങ്ങനെ? കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. പ്രൈസ് ദി ലോർഡ്. വളരെ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. കൃപയും സത്യവും ആരിൽ നിറഞ്ഞു? യേശുക്രിസ്തു എന്ന ഈ ജഡമായ ഈ ശരീരത്തിൽ കൃപയും സത്യവും ഒരുമിച്ച് ചേർന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് നമ്മുടെ ഇടയിൽ പാർത്തു. ഈ കൃപയും സത്യവും തമ്മിൽ നമുക്ക് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ ഒരിക്കലും ചേരാൻ കഴിയാത്ത രണ്ട് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റുകളാണ്. കാരണം സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ വചനപ്രകാരമോ ലോകത്തിന്റെ നിയമപ്രകാരമോ നിയമങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. മോശയുടെ കാലം മുതൽ നമുക്ക് നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇസ്രായേൽ ജനതയൊക്കെ ദൈവം അവരെ കണ്ടുകൊണ്ടിരുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്.
അപ്പം നിയമം ലംഘകനോട് ആവശ്യപ്പെടുന്നത് എന്താണ്? നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ലംഘനത്തിന്റെ ശിക്ഷ അനുഭവിക്കണം. എബ്രായ ലേഖനത്തിൽ പറഞ്ഞ ഓരോരോ ലംഘനത്തിനുള്ള ശിക്ഷ വേറെ വേറെയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത്, ലോകത്തിലെ രാജ്യങ്ങൾക്കെല്ലാം നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിലെ എല്ലാം ഒരു വശം എന്താണ്? ഒരു വശം ആ നിയമം അനുസരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്വതന്ത്രരായിട്ട് പോകാം. മറുവശം ആ നിയമം ലംഘിച്ചാൽ എന്തുണ്ട്? ആ നിയമത്തിൽ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിയമത്തിന് ശിക്ഷയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? എല്ലാ നിയമത്തിനും എന്താണ് ആ നിയമത്തിന്റെ പരമാവധി ശിക്ഷ എന്ന് പറയുന്നുണ്ട്. പരമാവധി ശിക്ഷയും മിനിമം ശിക്ഷയുമുണ്ട്. അപ്പൊ പരമാവധി ശിക്ഷയും മിനിമം ശിക്ഷയും കുറ്റകൃത്യങ്ങളുടെ ഡെൻസിറ്റി അനുസരിച്ചും കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളുടെ കുറ്റത്തെക്കുറിച്ചുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലോ, എന്ന് വെച്ചാൽ ഒരു പോലീസുകാരൻ നിയമം ലംഘിച്ചു കഴിയുന്നത് പോലെ അല്ല ഒരു സാധാരണക്കാരൻ നിയമം ലംഘിക്കുന്നത്. അവന് ആ നിയമലംഘനത്തിന് പരമാവധി ശിക്ഷ കൊടുക്കണം. ഒരു ലേമാനാണ്, സാധാരണ മനുഷ്യനാണ് ചെയ്യുന്നതെങ്കിൽ ആ നിയമത്തിന്റെ മിനിമം വേണമെങ്കിൽ ജഡ്ജിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ മിനിമത്തിനും മാക്സിമത്തിനും ഇടയിൽ ഒരെണ്ണം കൊടുക്കാം. എന്നാൽ നിയമം എന്താവശ്യപ്പെടും? നിയമം ആവശ്യപ്പെടുകയാണ് ലംഘകന് ശിക്ഷ കൊടുക്കണം. അതാണ് സത്യം. അപ്പൊ ദൈവത്തിന്റെ മുമ്പിൽ നാം കുറ്റക്കാരാണെങ്കിൽ നമുക്ക് എന്തുണ്ട്? ശിക്ഷ ഉറപ്പാ. നമ്മൾ ശിക്ഷ ഏറ്റെടുത്തേ പറ്റൂ. എന്ന് വെച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കി, സിമ്പിളായിട്ട്, നമ്മൾക്ക് വണ്ടി ഉപയോഗിക്കുന്നില്ല. നമുക്ക് വണ്ടി ഓടിക്കണമെങ്കിൽ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ട് അനുസരിച്ച് നമുക്കെല്ലാം വണ്ടി ഓടിക്കുന്ന ആള് പ്രായപൂർത്തി വന്ന നിയമപ്രകാരമുള്ള വണ്ടി ഓടിക്കാൻ ആ ലെവലിലുള്ള വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് ഉള്ള ആളായിരിക്കണം, അല്ലേ? അങ്ങനെയല്ലേ ഓടിക്കാൻ പറ്റുള്ളൂ. വണ്ടി ആർക്കും ഓടിക്കാം. പക്ഷെ പിടിക്കുമ്പോ ശിക്ഷ വരുന്നത് എങ്ങനെയാണ്? അത് ഓടിക്കാൻ ഉള്ള പ്രാവീണ്യമോ അതിന്റെ അതോറിറ്റി നൽകിയ അധികാരമോ അല്ലെങ്കിൽ ലൈസൻസോ ഇല്ലാത്തവരോ. നമ്മൾ വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിൽ വണ്ടി ഓടിക്കാം, ഒരു പ്രശ്നമൊന്നുമില്ല. വണ്ടി ഓടുന്നതാണ്, വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിൽ വണ്ടി ഓടിക്കാം. വണ്ടി കേവലം ഓടിക്കാൻ അറിയാവുന്നതുകൊണ്ട് മാത്രം വണ്ടി റോഡിൽ ഓടിക്കാൻ പറ്റത്തില്ല. വണ്ടി റോഡിൽ ഓടിക്കണമെങ്കിൽ നമ്മൾ ഓടിക്കുന്ന റോഡിൽ, സർക്കാർ സ്ഥാപിച്ച ആ റോഡിൽ നമ്മൾ ഓടിക്കണമെങ്കിൽ ആ റോഡിൽ നമ്മൾ നികുതി അടച്ചിട്ടുണ്ടായിരിക്കണം, മുന്നമേ അടച്ചിട്ടുണ്ടായിരിക്കണം. മാത്രമല്ല, ആ റോഡിൽ നാം വണ്ടി ഓടിക്കുമ്പോൾ മറ്റൊരാൾക്കോ നമ്മളുടെ അശ്രദ്ധ കൊണ്ട് മറ്റൊരു വാഹനത്തിനോ പരിക്കേറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപകടം സംഭവിച്ചാൽ നാം അവർക്ക് തക്കതായ പരിഹാര തുക കൊടുക്കാൻ കഴിയും വിധം നമ്മൾ ഇൻഷുറൻസ് ഉള്ളവരായിരിക്കണം. അതുപോലെ തന്നെ പ്രകൃതി മാലിന്യം ഉണ്ടാക്കാതിരിക്കാൻ പൊല്യൂഷൻ ഫ്രീ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇങ്ങനെ നിരവധി സർക്കാരിന്റെ രേഖകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മളങ്ങനെ വണ്ടി ഓടിച്ചു വരവേ നമ്മളെ ഒരു MVD മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നമ്മളെ കൈ കാണിച്ചു നിർത്തി. അപ്പൊ നമ്മൾ കൈ കാണിച്ചു നിർത്തുമ്പോൾ അയാൾ പറയും നമ്മുടെ വണ്ടിയുടെ രേഖയെല്ലാം കൊണ്ടുവരാൻ പറയും. രേഖകൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ കൈവശം ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല, വണ്ടിക്ക് RC ബുക്ക് ഇല്ല, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല, ടാക്സ് അടച്ച രേഖകളല്ല, ചിലതൊക്കെ ഇതിനകത്തുണ്ട്. നിയമം പ്രകാരം ഈ MVDക്ക് നമ്മളോട് പോകാൻ പറയാൻ പറ്റുമോ? നിയമം പാലിക്കാൻ വേണ്ടി നിയമം നിർവഹണത്തിന് സർക്കാർ നിയോഗിച്ചിരിക്കുന്ന ഈ ഉദ്യോഗസ്ഥൻ നിയമം പ്രമാണിക്കാൻ ബാധ്യസ്ഥനായ ഈ വ്യക്തിക്ക് സാരമില്ല കേട്ടോ എന്ന് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നിയമം ലംഘിക്കുന്നു. എന്നാൽ ഇവിടെ ദൈവമാണ്, മനുഷ്യനല്ല. ദൈവം നിയമം കൊടുത്തു, പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. ദൈവത്തിന് നിയമം ലംഘിക്കാൻ കഴിയുമോ? ദൈവത്തിന് നിയമം പാലിച്ചേ മതിയാകത്തുള്ളൂ. അപ്പൊ അങ്ങനെ നിയമം പാലിക്കേണ്ടുന്ന ദൈവം ആ നിയമം പാലിക്കാൻ നമുക്ക് കഴിവില്ല എന്നറിയുന്നത് കൊണ്ട് അവൻ കൃപ നിറഞ്ഞവനായി, ആ സത്യവും കൃപയും ഒരുപോലെ നിറഞ്ഞവനായി ലോകത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. അങ്ങനെ ആ കൃപ നിറഞ്ഞവനായി ലോകത്തിലേക്ക് വന്നവൻ മറ്റാരുമല്ല. പലരുടെ ഉപദേശപ്രകാരം പറയുകയാണെങ്കിൽ ദൈവം രണ്ടാമത്തവനെ, ബൈബിൾ പറയുന്നത് നാം പാപം ചെയ്ത ആരോടാണ്? ഒന്നാമത്തോടാണോ, രണ്ടാമത്തോടാണോ, മൂന്നാമത്തോടാണോ? നാം പാപം ചെയ്ത ആരോടാണ്? ദൈവത്തോടാണ്. ദൈവത്തിൽ ഒന്നാമൻ ദൈവം, രണ്ടാമൻ ദൈവം, മൂന്നാമൻ ദൈവം എന്ന് പറഞ്ഞ ദൈവമുണ്ടോ? ഇല്ല. അപ്പൊ നാം പാപം ചെയ്തത് ഉൽപ്പത്തി 1:1 സൃഷ്ടികർത്താവായ ദൈവത്തോടാണ്. ഈ ദൈവത്തോട് നാം പാപം ചെയ്തപ്പോൾ
ആ പാപത്തിനൊരു ശിക്ഷയുണ്ട്. ആ ശിക്ഷ വഹിക്കാൻ നമുക്ക് ശേഷിയില്ല. ആ ശിക്ഷ നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ മരിച്ചു പോകും. ഓൾറെഡി നമ്മൾ ആ ശിക്ഷയ്ക്ക് യോഗ്യമായിട്ട് വന്ന് മരണത്തിൽ ഓൾറെഡി പെട്ടുകിടക്കുക. ഇനി ആ ശിക്ഷയിൽ നമ്മളെ ഒഴിവാക്കണമെങ്കിൽ, ആ ശിക്ഷയിൽ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തണമെങ്കിൽ ദൈവത്തിന് ശിക്ഷ നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല. ശിക്ഷ നടപ്പാക്കാതെ ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്യാൻ കഴിയില്ല. ചുമ്മാ പോട്ടെ, നീ തെറ്റ് ചെയ്തു, സാരമില്ല മോനെ എന്ന് പറയാനും ദൈവത്തിന് കഴിയില്ല. കാരണം ദൈവം നിയമം കൊടുത്തു കഴിഞ്ഞാൽ ദൈവം പാലിക്കാൻ തന്നെ നിയമം ബാധ്യസ്ഥനാണ് ദൈവവും, അല്ലേ? അപ്പൊ ദൈവത്തിന് ഈ ശിക്ഷ ആരെങ്കിലും ഏറ്റെടുക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി ശിക്ഷ ഏറ്റെടുക്കുവാൻ വേണ്ടി ദൈവം രണ്ടാമനെ അയച്ചു എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ആ ദൈവം നീതിമാനാണ് എന്ന് എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ദൈവത്തോട് ഞാൻ പാപം ചെയ്തപ്പോൾ ദൈവത്തിന്റെ മകനെ, എനിക്ക് എന്റെ മകനുള്ളതുപോലെ, അല്ലെ എന്റെ അപ്പന് ഞാൻ മകനായിട്ടുള്ളതുപോലെ ഒരു ദൈവിക സങ്കല്പം വിശ്വസിക്കുന്ന ട്രിനിറ്റേറിയൻ പെന്റക്കോസ്റ്റൽസ് അടക്കമുള്ള ആളുകളോടാണ് പറയുന്നത്. ദൈവം അങ്ങനെ ഒരു പുത്രനെ ഈ ലോകത്തിലേക്ക് മരിക്കാൻ അയച്ചുവെങ്കിൽ ആ ദൈവം നീതിമാനല്ല. എബ്രായർ 2:14 പറയാണ്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും ജഡരക്തങ്ങളോട് കൂടിയവനായി. വായിക്കാം, എബ്രായർ 2:14. For as much then as the children are partakers of flesh. ഇവിടെ പറയുന്ന മക്കൾ ജഡരക്തങ്ങളായി. നമ്മള് പുത്രനായ ദൈവത്തിന്റെ മക്കളാണോ? അല്ല. അങ്ങനെ ഒരു ദൈവമുണ്ടോ? ഇല്ല. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ ഇവിടെ വചനപ്രകാരം പറയണം, നമ്മൾ ദൈവത്തിന്റെ മക്കൾ ആരായി തീർന്നു? ആ ജഡത്തിലും രക്തത്തിലും വന്നു. ആദാമിൽ ദൈവപുത്രനെ ജഡത്തിലും രക്തത്തിലും സൃഷ്ടിച്ചു. അങ്ങനെ ജഡത്തിലും രക്തത്തിലും വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ എന്തിനാണ് ജഡരക്തങ്ങളോട് കൂടിയവനായത്? ഇവൻ മരിച്ചു, അല്ലെ? ഈ മകൻ മരിച്ചു. ജഡത്തിലും ദൈവാത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ ജഡരക്തത്തിൽ വസിക്കുന്ന ആദാമും ആദാമിന്റെ സന്തതി പരമ്പരകളും ആദാം എന്ന ഒരൊറ്റ മനുഷ്യനാൽ മരിച്ചു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഏകന്റെ ലംഘനത്താൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു. അപ്പൊ ഒരുവന്റെ മരണത്താൽ, ഒരുവന്റെ ലംഘനം കൊണ്ട് മരണവും, ഒരുവന്റെ ലംഘനം പാപവും, പാപത്തിന്റെ തൽഫലമായി മരണവും ലോകത്തിൽ വന്നപ്പോൾ പാപത്തിന്റെ ശമ്പളം പേറി വന്ന ആദാമ്യ വംശജർ മുഴുവനും മരിച്ചു. ദൈവത്തിന്റെ കണ്ണിൽ മരിച്ചു, ദൈവിക അവകാശത്തിൽ മരിച്ചു, പുത്രത്വത്തിൽ നിന്ന് മരിച്ചു. അവരെ വീണ്ടെടുത്ത് പുത്രന്മാരാക്കുക, ഹാവിംഗ് അഡോപ്റ്റഡ് ഇൻടു ദ സൺഷിപ്പ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പുത്രത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവവും എന്ത് ചെയ്തു? ഇവിടെ പറയുമ്പോൾ രണ്ടാമൻ ജഡമെടുത്തു എന്നാണോ? അല്ല, അവനും ജഡമെടുത്തു. അവൻ ജഡമെടുത്തു വന്നു. അപ്പൊ ദൈവമാണ്. അതുകൊണ്ടാണ് പോൾ പറഞ്ഞത്, 1 തിമോത്തി 3:16 പറഞ്ഞു, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ഫ്ലഷ്. അങ്ങനെ ഈ തേജോമയനായ ദൈവം തന്നെ നമ്മിൽ ഒരുവനാകേണ്ടതിന്, നമ്മുടെ പാപം വഹിക്കേണ്ടതിന് അവൻ ഒരു ജഡമെടുത്തു വന്നു. അതാണ് ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ വാഗ്ദത്തം, സ്ത്രീയുടെ സന്തതി എന്ന വാഗ്ദത്തം. ഈ വാഗ്ദത്തം നിവർത്തിച്ചുകൊണ്ട് ദൈവം ഗലാത്യർ 4:4-6 വരെയുള്ള വാക്യം വായിക്കുമ്പോ, ഇതൊന്ന് വായിച്ച് കംപ്ലീറ്റ് ചെയ്തു പോവാം. 2:14 മക്കൾ ജഡരക്തങ്ങളോടുകൂടി ആവുകൊണ്ട് അവനും ജഡരക്തങ്ങളോടുകൂടിയവനായി മരണത്തിന് അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ തോൽപ്പിച്ച് ജീവപര്യന്തം മരണഭീതിയിൽ കഴിഞ്ഞവരെയൊക്കെയും വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. He also himself likewise took part of the same, that through death he might destroy him that had the power of death, that is the devil. Hallelujah. അങ്ങനെ ആ മരണത്തിന്റെ അധികാരമുള്ള പിശാചിനെ തന്റെ നിഷ്കളങ്ക രക്തം ചീന്തി തോൽപ്പിച്ചു. ഈ നിഷ്കളങ്ക രക്തം ലോകത്തിൽ വരുന്നതിന് മുമ്പ് നിഴൽ ബലികളായിട്ടാണ് മോശയുടെ ന്യായപ്രമാണ പ്രകാരമുള്ള ആട്ടുകൊറ്റന്മാരുടെയും കളക്കടങ്ങളുടെയും ബലി കൊടുത്തത്. ആ ബലിയെ കുറിച്ചാണ് നമ്മൾ ഗലാത്യർ 3:10 പറഞ്ഞത്, അതിന് മനുഷ്യന്റെ പാപത്തെ പോക്കുവാൻ ഒരു നാളും കഴിയുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ദൈവം എന്തായി തീർന്നു? നീതി പാലിക്കേണ്ടുന്ന ദൈവം നീതി പാലിക്കണം.
അപ്പം നീതി സംബന്ധിച്ച് ദൈവം പൂർണ്ണമായും ആ നീതി പാലിക്കേണ്ടതിന് അവൻ സത്യവാനായി തീർന്നു. എന്നാൽ നീതി പാലിക്കാൻ കഴിയാത്ത തന്റെ മക്കളെ വീണ്ടെടുക്കേണ്ടതിന് അവൻ ഗ്രേഷ്യസ്, ഹി ബിക്കം ദ ഗ്രേഷ്യസ് ഗോഡ്, സർവ്വകൃപാലുവായ ദൈവമായി തീർന്നു. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറയാൻ തോന്നുന്നില്ലേ? എന്താ ഹല്ലേലൂയ! എത്ര വലിയ കാരുണ്യമാണ് ദൈവം കാണിച്ചത്. ഹല്ലേലൂയ. നമുക്ക് കഴിയാത്തതിനെ, അതാണ് നമ്മൾ ഗലാത്യർ 4-ാം അധ്യായം 5-6 വാക്യം വായിക്കാം. 4-ാം അധ്യായം 5-6 വാക്യം. അവൻ ആര്? ജീസസ് ക്രൈസ്റ്റ്. അതായത് ഗോഡ് ഇൻ ഫ്ലഷ്, മാംസത്തിൽ വന്ന അതേ ദൈവം ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങി. വായിച്ചു. നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് നമ്മളെ പുതുതായിട്ട് പുത്രന്മാരാക്കുകയല്ല, നാം പുത്രത്വത്തിന്റെ അവകാശം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ വായിച്ചു, നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ഇവിടെ പറയുന്നത് നിങ്ങളെ ആത്മാവിനെ നൽകി മക്കളാക്കാന്നല്ല, നിങ്ങൾ മക്കളായതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തു? പുത്രത്വത്തിന്റെ ആത്മാവിനെ നൽകി. ഹല്ലേലൂയ. അതുകൊണ്ട് പുത്രന്മാരായിരുന്നു. നാം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു പോയപ്പോൾ, മാംസത്തിലും ജഡത്തിലും വീണ് മരിച്ചപ്പോൾ, ആ തേജോമയനായ ദൈവവും മാംസവും ജഡവും രക്തവുമായി കടന്നു വന്ന് തന്റെ മരണത്താൽ പിശാചിനെ എന്നേക്കുമായി തോൽപ്പിച്ച് പാപത്തിന്റെ മേൽ പിശാചിന്റെ മേൽ ജയോത്സവം കൊണ്ടാടി കൃപയും സത്യവും നിറഞ്ഞവനായി. ഹല്ലേലൂയ. രണ്ട് വൈരുദ്ധ്യങ്ങൾ ക്രിസ്തുവിൽ ഒരുമിച്ചു. ദൈവം തന്റെ നീതി, തനിക്ക് മാറ്റിവെക്കാൻ കഴിയാത്ത നീതി ദൈവം പാപത്തിന് ശിക്ഷിക്കുക എന്നുള്ളതാണ്. എന്നാൽ പാപത്തിന് ശിക്ഷിക്കേണ്ടതിന് വേണ്ടി ദൈവം തന്റെ ശിക്ഷ മുഴുവൻ ക്രിസ്തുവിന്റെ മേലായി. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, നമ്മുടെ ശിക്ഷാവിധി അവന്റെ മേലായി. ഹല്ലേലൂയ. അവന്റെ അതിക്രമങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് 2 കൊരിന്ത്യർ ചാപ്റ്റർ 5:19 മുതൽ വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ ചാപ്റ്റർ. ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു. അപ്പം ഇവിടെ പറയുന്നത് ഇംഗ്ലീഷിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും, ഗോഡ് വാസ് ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ക്രൈസ്റ്റ് എന്ന് പറയുന്ന പദവി ട്രിനിറ്റേറിയൻസിന്റെ കണ്ണിൽ മൂന്നാമത്തെ ആളാണ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. പക്ഷേ ബെത്ലഹേമിൽ ജനിച്ചത് ഇവര് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ജനിച്ചെന്നാ പറയുന്നത്, അല്ലേ? അല്ലേ? അപ്പൊ ബെത്ലഹേമിൽ ജനിക്കുമ്പോഴും ഒരു ശിശുവേ ഉള്ളൂ. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് പറയുകയല്ല ചെയ്തത്, സ്വർഗത്തിൽ നിന്ന് ദൂതം വന്ന് അറിഞ്ഞല്ലേ. ആരെങ്കിലും ആട്ടിടയന്മാർ വന്നിട്ട് ബെത്ലഹേം, ദാവീദിന്റെ പട്ടണത്തിൽ ബെത്ലഹേമിൽ നിങ്ങൾക്കായി ഒരു രക്ഷിതാവ്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ജനിച്ചിരിക്കുന്നല്ല പറഞ്ഞത്, മറിച്ച് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്ന് പറയുകയാണ്, ഇവിടെ ജനിച്ചത് ആരാണ്? കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് വാസ് ബോൺ എവിടെയാ? ഇൻ ബെത്ലഹേം. ബെത്ലഹേമിൽ ജനിച്ചു, ദാവീദിന്റെ പട്ടണം, ദ സിറ്റി ഓഫ് ഡേവിഡ് ജനിച്ചു എന്ന് പറയുന്നത്. അപ്പം അവിടെ ജനിച്ച ആ ദൈവം ജഡമെടുത്തു വന്നു ലോകത്തിലേക്ക്. ദൈവം ലോകത്തിലേക്ക് ജഡമെടുത്തപ്പോൾ ദൈവം ഇല്ലാതാകുന്നില്ല, കാരണം ദൈവം ആത്മാവാണ്. അവൻ എന്തിനാ ജഡമെടുത്തത്? എന്നെയും നിങ്ങളുടെയും ശിക്ഷാവിധി കൃപയും സത്യവും നിറഞ്ഞ ഒരു ജഡത്തിൽ കണക്ക് തീർക്കേണ്ടതിന്, നമ്മുടെ പാപത്തിന്റെ പെനാലിറ്റി ഒടുക്കേണ്ടതിന്. കൃപയും സത്യവും ഒരു നാണയത്തിന്റെ രണ്ട് വശമായ ഈ കാര്യം ക്രിസ്തുവിൽ ദൈവം നിറവേറ്റി. അവനെ അടിച്ച് നമ്മുടെ പാപത്തിന്റെ ശിക്ഷയാക്കി തീർത്തു. അതുകൊണ്ടാണ് പറയുന്നത്, ഗോഡ് വാസ് ഇൻ ക്രൈസ്റ്റ് reconciling the world unto himself, not imputing their trespasses unto them, and hath committed unto us the word of reconciliation. അങ്ങനെ നമുക്ക് നിരപ്പിന്റെ വചനം നൽകി.
the word of reconciliation. ദൈവത്തോട് ഐക്യത്തിന്റെ വചനം ദൈവം നമുക്ക് നൽകി. ദൈവം ക്രിസ്തുവിൽ ലോകത്തെ തന്നോട് നിരപ്പിച്ചു. അപ്പം ലോകത്തെ ദൈവത്തിന് നിരപ്പിക്കാൻ മറ്റു മാർഗമില്ല. ദൈവത്തിനൊരു ശരീരം എടുത്തേ പറ്റൂ. അതുകൊണ്ടാണ് സങ്കീർത്തനം 40 പറഞ്ഞത്, എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരുന്നു. എബ്രായ ലേഖനത്തിൽ വരുമ്പോൾ എബ്രായ ലേഖനക്കാരൻ അത് തന്റെ പുതിയ നിയമലേഖനത്തിൽ കോട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ക്രിസ്തുവിൽ ദൈവം ലോകത്തെ തന്നോട് നിരപ്പിച്ചു. അതിന്റെ അടുത്ത വാക്യം, now then we are ambassadors for Christ. അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായി, ക്രിസ്തുവിന്റെ സ്ഥാനത്ത്, ക്രിസ്തുവിന് വേണ്ടി അംബാസഡർമാരായി എന്ന് വെച്ചാൽ സ്ഥാനപതികളായി, നയതന്ത്ര പ്രതിനിധികളായി, സ്വർഗം എന്തു പറയാൻ ആഗ്രഹിക്കുന്നുവോ അത് പറയേണ്ടുന്ന നയതന്ത്ര പ്രതിനിധികളായി ഞങ്ങൾ ഇരുന്നു കൊണ്ട് ഞങ്ങൾ പറയുന്നു, as though God did beseech you by us we pray you in Christ's stead be a reconciled to God. അങ്ങനെ നിങ്ങൾ ക്രിസ്തുവിനോട് നിരന്നുകൊള്ളുവിൻ എന്ന് ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായി നിങ്ങളെ അറിയിക്കുന്നു. അതേ കാര്യമാണ് ഇന്നും ഇതേ കാര്യത്തിൽ വെള്ളം ചേർക്കാതെ പറയുന്ന ഓരോരുത്തരും പറയുന്നത്. നമ്മളും അതേ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ്. സ്ഥാനാപതികൾ മാറും, അവരുടെ ഏജ് അനുസരിച്ച് റിട്ടയർ ആവുമ്പോൾ അവർ മാറും. ഹല്ലേലൂയ. അങ്ങനെ മാറി മാറി വരുമ്പോൾ ഈ തലമുറയിൽ ക്രിസ്തുവിന്റെ സ്ഥാനാധിപതികളായി നമ്മൾ നിന്നുകൊണ്ട് ഈ സത്യത വിളിച്ചു പറയുകയാണ്, ക്രിസ്തുവിനോട് നിരന്നുകൊള്ളുവിൻ എന്ന് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. തുറന്നു വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്, for he hath made him to be sin. അതുകൊണ്ട് ദൈവം അവനെ പാപമാക്കി എന്ന് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആരെ ആക്കി? യേശു ക്രിസ്തു എന്ന വ്യക്തിയെ, മനുഷ്യനായി ലോകത്തിലേക്ക് വന്ന ദൈവത്തിന്റെ ആ പ്രത്യക്ഷതയെ ദൈവം പാപമാക്കി. കാരണം ന്യായപ്രമാണ പ്രകാരം ദൈവത്തിന് ശിക്ഷ വിധിക്കണം. എന്നെയോ നിങ്ങൾ ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ആ ശിക്ഷ കൊണ്ട് ആരും രക്ഷ പ്രാപിക്കത്തില്ല. നമ്മൾ ഓൾറെഡി കണ്ടംഡ് ആയിട്ടാണ് ശിക്ഷ വിധിക്കപ്പെട്ട ലോകത്തിലേക്ക് വന്നത്. എന്നാൽ ആ പുത്രത്തെ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന് ന്യായം നിവർത്തിക്കണം, നീതി നിവർത്തിക്കണം. ദൈവത്തിന് ഒരുവനെ നമ്മുടെ പാപത്തിന് പരിഹാരാർത്ഥം കൊല്ലണം. അവൻ കൊല്ലപ്പെടുമ്പോൾ അവൻ മനുഷ്യ ജനിസിൽ സാധാരണ സ്ത്രീയിൽ നിന്ന് പുരുഷനും ജനിച്ചവനായിരിക്കരുത്. എന്നാൽ മനുഷ്യപുത്രൻ എന്ന നിലയിൽ അവൻ മനുഷ്യനായിരിക്കണം. അവൻ അതേസമയം ദൈവം ജഡത്തിൽ എന്നുള്ള നിലയിൽ ദൈവപുത്രനായിരിക്കണം. അതുകൊണ്ടാണ് അവനെ ദൈവം പാപമാക്കി. Praise the Lord. God has made him sin. അവനെ പാപമാക്കി. For he knew no sin. അവൻ പാപം അറിയാത്തവനാണ്. ഒരു മനുഷ്യനുമില്ല പാപം അറിയാത്തവൻ. പാപത്തിന്റെ ചെറുതും വലുതുമായ ആസ്വാദ്യങ്ങൾ അനുവദിക്കാതെ ഒരു മനുഷ്യനും ആദാമിൽ നിന്നോളം ജനിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ ഒരുവൻ ഇതാ പാപത്തിന്റെ മാലിന്യമില്ലാത്ത നിഷ്കളങ്കൻ, സ്വർഗത്തിൽ നിന്നും ഉടലെടുത്ത ശരീരവുമായി വചനം മാംസമായി നമ്മുടെ ഇടയിൽ പാർത്തു. അതുകൊണ്ട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാനും അവന്റെ നാമത്തിൽ വിശ്വസിക്കുവാനും ഹല്ലേലൂയ പ്രാപ്തി ലഭിച്ച നാം ഓരോരുത്തർക്കും ദൈവം നമുക്ക് നൽകുന്നത് പുത്രത്വത്തിന്റെ ആത്മാവിനെ. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം വായിച്ചപ്പോ പറഞ്ഞത്, നമ്മൾ വായിച്ചു, അബ്ബാ എന്ന് വെച്ചാൽ പിതാവേ എന്ന് വിളിക്കുവാനുള്ള സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അതുകൊണ്ട് നമ്മൾ ഇനിമേൽ ദാസന്മാരല്ല, നമ്മൾ പുത്രന്മാരത്രേ. അതുകൊണ്ട് നമുക്ക് ശരിയായ വീണ്ടെടുപ്പ് എനിക്ക് ലഭിച്ചു എന്ന് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ദൈവത്തെ നമുക്ക് വിളിക്കാം അപ്പ എന്ന്. പ്രൈസ് ദി ലോർഡ്. അതായത് നമ്മളെ സ്വന്തം ഐഹിക മാതാപിതാക്കളെ നമുക്ക് ജന്മം നൽകിയ അപ്പനെ നമ്മൾ അപ്പ എന്ന് വിളിക്കുമ്പോൾ ഒരു സങ്കോചമില്ല, അല്ലേ? ഉണ്ടോ? അമ്മായിപ്പനെ വിളിക്കുമ്പോൾ ഒരു ചെറിയ സങ്കോചമുണ്ട്, അല്ലേ? അമ്മായിപ്പനെ അപ്പ എന്ന് വിളിക്കുമ്പോൾ ഒരു ചെറിയ സങ്കോചമുണ്ട്. കാരണം അവര് വിളിക്കാൻ വേണ്ടി വിളിക്കുക, പക്ഷെ അങ്ങോട്ട് അത്രയും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പക്ഷെ അപ്പനെ അപ്പ എന്ന് വിളിക്കാൻ നമുക്ക് യാതൊരു സങ്കോചമില്ല. അപ്പം അങ്ങനെ നമുക്ക് വിളിക്കാം. ആരെ? കാരണം നമ്മൾ റിലേഷൻഷിപ്പ് റീബിൽഡ് ചെയ്തു. നമ്മളെല്ലാം ക്രിസ്തു നമ്മിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ക്രിസ്തുവിൽ നമ്മെ അവൻ നിരപ്പിച്ചു. അവിടെ നമുക്കിനി അല്പസമയം ചില ചിന്തയ്ക്കായി മറ്റു ചില വേദഭാഗങ്ങൾ വായിക്കാൻ വേണ്ടി 1 കൊറിന്ത്യൻ ചാപ്റ്റർ അതിന്റെ 15-ാമത്തെ അധ്യായം 3-4 വാക്യം ആദ്യം വായിക്കാം.
ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ടു. തിരുവെഴുത്തിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. കേഫാവിനും പിന്നെ പന്തിരുവർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി മതി നിർത്താം. ഇവിടെ പറയാണ്, For I delivered unto you first of all that which I also received, how that the Christ died for our sins according to the scriptures, and that he was buried, and that he rose again the third day according to the scriptures. അപ്പൊ ക്രിസ്തുവിന്റെ ജനനം, മരണം, അടക്കം, പുനരുദ്ധാനം ഇതൊക്കെ ആകസ്മികമായ സംഭവങ്ങളല്ല. ഇതെല്ലാം തിരുവെഴുത്തുകളിൻ പ്രകാരം ഉള്ള സംഭവങ്ങളാണ്. പലരും വിചാരിച്ചിരിക്കുന്നത് കേവലം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമി ജനിച്ച് 33 വർഷം ഈ ഭൂമി ജീവിച്ച ഒരു ചെറുപ്പക്കാരനാണ് യേശു ക്രിസ്തു എന്ന് വിചാരിക്കുന്ന മൂഢന്മാർ ലോകത്തിലുണ്ട്. അത് നമ്മോടുള്ള സ്നേഹം ദൈവം പ്രകടമാക്കാൻ വേണ്ടി ദൈവം എടുത്ത ഒരു ടൈം ബൗണ്ട് പീരീഡ് ആണ്. നമുക്ക് വേണ്ടിയുള്ള തിരുവെഴുത്തിൽ പ്രകാരം അവന് ജനിക്കാൻ വേണ്ടി, തിരുവെഴുത്തിൽ പ്രകാരം മരിക്കാൻ വേണ്ടി, തിരുവെഴുത്തിൽ പ്രകാരം അടക്കപ്പെടാൻ വേണ്ടി, തിരുവെഴുത്തിൽ പ്രകാരം ഉയർത്തെഴുതാൻ വേണ്ടി. അവന്റെ ജനനം തിരുവെഴുത്തിന് പ്രകാരമാണോ? അല്ലേ? അനേക തിരുവെഴുത്തുകളുണ്ട് അവന്റെ ജനനത്തെ സംബന്ധിച്ച്. ഏറ്റവും സ്പഷ്ടമായിട്ട് നമ്മൾ മിക്ക 5:2 പറയാണ്, നീയോ ബേത്ലഹേം എഫ്രാത്ത, യഹൂദാ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും നിന്നെ ഭരിക്കാനുള്ളവൻ നിന്നിൽ നിന്ന് ഉദയം ചെയ്യും. യെശയ്യാ 7:14 പറയാണ്, കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവനെ ദൈവം നമ്മോടുകൂടെ അഥവാ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. അങ്ങനെ യെശയ്യാ 9:6 നിരവധി പ്രവചനങ്ങൾ, മോശ തുടങ്ങിയുള്ള സകല പ്രവാചകന്മാർ ആവർത്തന പുസ്തകം മുതൽ പ്രവചിക്കപ്പെട്ട ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതി തുടങ്ങി ആയിരക്കണക്കിന് തിരുവെഴുത്തുകളെ നിറവേറ്റിക്കൊണ്ടാണ് ക്രിസ്തു ബേത്ലഹേമിൽ ജനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവന്റെ മരണത്തെ സംബന്ധിച്ചും സങ്കീർത്തകന്മാരും അതുപോലെ തന്നെ ഉൽപ്പത്തി 3:15 അവന്റെ മരണത്തെ സംബന്ധിച്ചും തുടർന്നിങ്ങോട്ടുള്ള പ്രവാചകന്മാരും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് പ്രവാചകന്മാരായ മോശയും ഏലിയാവും പോലും അവൻ യെരൂശലേമിൽ മരിക്കേണ്ട മരണത്തെക്കുറിച്ച് അവൻ ഓർമ്മപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. അവന്റെ അടക്കം അവൻ ധനവാന്മാരോട് അടക്കം ചെയ്യപ്പെടുന്നുള്ള തിരുവെഴുത്ത് നിറവേറ്റി. അവന്റെ പുനരുദ്ധാനം അതും തിരുവെഴുത്തിൽ പ്രകാരം നിറവേറ്റിക്കൊണ്ട് ക്രിസ്തു നമ്മുടെ പാപത്തിന്റെ നീതീകരണത്തിന് വേണ്ടി, നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി, നമ്മുടെ പുത്രത്വം നമുക്ക് തിരികെ ലഭിക്കേണ്ടതിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ അധികാരത്തിൽ നിന്നും കൽപ്പനകളും ചട്ടങ്ങളുമായിരുന്ന പ്രമാണങ്ങൾ അനുസരിച്ച് കുറ്റവാളി എന്ന പേർ നിരന്തരം ദൈവസന്നിധിയിൽ വിളിക്കപ്പെടുവാൻ തക്കവണ്ണം പാപയോഗ്യമായി ജീവിച്ചെന്നാണ്. നീതീകരണം പ്രാപിക്കേണ്ടതിന് കൃപയും സത്യവും നിറഞ്ഞവനായി അവൻ ഇറങ്ങി വന്നത് കേവലം ഒരു ദിവസം ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു പ്രവാചകൻ ജനിച്ചു വന്നതുപോലെ വരികയല്ല. അവനാണ് ബൈബിളിന്റെ ചന്ദ്ര കഥാപാത്രം. അവനാണ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ബൈബിളിലെ കേന്ദ്ര ബിന്ദു. അവനെക്കുറിച്ചാണ് എല്ലാവരും പറഞ്ഞത്, അവനെക്കുറിച്ചാണ് എല്ലാവരും എഴുതിയത്, അവനെക്കുറിച്ചാണ് എല്ലാ പഴയ നിയമ പ്രവാചകന്മാർ പ്രത്യാശ വെച്ച് കാത്തിരുന്നത്. അവനെയാണ് നാം ഇനിയും കാത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ക്രിസ്തു, ഹല്ലേലൂയ, അവന്റെ കൃപയും സത്യവും അവനിൽ സമ്മേളിച്ചപ്പോൾ നമ്മുടെ പാപത്തിന്റെ ശിക്ഷാവിധി അവന്റെ മേലായി. അവന്റെ അടിപ്പിണരാൽ നാം പാപം എന്ന മരണത്തിൽ നിന്നും സൗഖ്യം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 15:22 മുതൽ 26 വരെ കൂടി വായിക്കാം. ഓരോരുത്തരും താന്താന്റെ നിരയിലത്രേ. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ആമേൻ. ക്രിസ്തുവിൽ ഒരു മിനിറ്റ് നിർത്തിപ്പോ. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. എല്ലാവരും എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അല്ല, എല്ലാവരും ജീവിക്കാൻ വേണ്ടിയുള്ള കാര്യം കർത്താവ് ചെയ്തിട്ടുണ്ട്, അല്ലേ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കണം. ആ നാമത്തിലാണ് എന്തുള്ളത്? രക്ഷ, അല്ലെ പാപമോചനമുള്ളത്. അപ്പം അവനെ നാം കൈക്കൊള്ളണം, സ്വീകരിക്കണം. ഹൃദയത്തിൽ നമ്മുടെ രക്ഷിതാവായി, ദൈവമായി, പിതാവായി സ്വീകരിക്കണം. അവന്റെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൽ പ്രകാരം ജനിച്ചുവെന്നും, തിരുവെഴുത്തിൽ പ്രകാരം മരിച്ചുവെന്നും, തിരുവെഴുത്തിൽ പ്രകാരം അടക്കപ്പെട്ടുവെന്നും, തിരുവെഴുത്തിൽ പ്രകാരം ഉയർത്തെഴുന്നേറ്റ് അവൻ എന്നെ ചേർക്കാൻ വീണ്ടും വരുമെന്നുള്ള അവന്റെ വാക്ക് അവൻ നിവർത്തിക്കുന്ന സത്യവാനാണെന്ന് വിശ്വസിക്കണം. അങ്ങനെ അവൻ നമ്മുടെ പാപപരിഹാരത്തിനും
നമ്മുടെ മേൽ നൽകിയിരിക്കുന്നതുമായ യേശു ക്രിസ്തു എന്ന നിസ്തുല്യമായ നാമത്തിൽ നാം വിശ്വസിച്ചാൽ നാം ദൈവത്തിന്റെ മക്കളായി തീരും. പ്രൈസ് ദി ലോർഡ്. പുത്രത്വത്തിന്റെ അവകാശത്തിലേക്ക്, അപ്പ എന്ന് വിളിക്കുവാനുള്ള അവകാശത്തിലേക്ക് ദൈവം നമ്മളെ തിരികെ കൊണ്ടുവരും. വായിക്കും അടുത്ത വാക്യം. ആദാമിൽ എല്ലാവരും മരിച്ചു. ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യരും ആദാമിൽ മരിച്ചു. ചില ആൾ ചോദിക്കും, ആദാം മരിച്ചതിന് ഞാനെന്ത് പിഴച്ചു, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയും. പക്ഷെ കുഴപ്പമുണ്ട്, നിനക്കറിയില്ല. നിന്റെ ഈ കുഴപ്പം നീ അറിയുന്ന അവിടെ തീപ്പൊയ്കയിൽ കിടക്കുമ്പോഴാ, നരകത്തിൽ കിടക്കുമ്പോഴാ. അതുകൊണ്ട് അവിടെ പോകാതിരിക്കാൻ വേണ്ടിയാണ് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആദാമിൽ എല്ലാവരും മരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ക്രിസ്തുവിൽ ഒരുവൻ വന്നാൽ, ക്രിസ്തുവിൽ വരുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായി. പഴയ മനുഷ്യനല്ല, പുതിയ മനുഷ്യൻ ജീവിക്കും. ഹല്ലേലൂയ. വായിച്ചു. ഓരോരുത്തരും താന്താന്റെ നിരയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. മതി. അവിടെ പറയാണ്, ആദാം എന്ന വ്യക്തിയിൽ നാം എല്ലാവരും മരിച്ചു. അപ്പൊ എങ്ങനെയാന്ന് ചോദിക്കുക, നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്, എത്രയോ ആയിരങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷമാണ് നാം ഈ ലോകത്തിലേക്ക് വന്നത്. പിന്നെ നമ്മളെങ്ങനെയാ ആദാം മരിച്ച ആദാമിന്റെ ശിക്ഷയെ നമ്മൾ അനുഭവിക്കണ്ടേ? പ്രൈസ് ദി ലോർഡ്. പാപം അങ്ങനെയാണ്. അത് നമ്മുടെ ഒരു രോഗം പിതാക്കന്മാരിൽ നിന്ന് ജീനുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് പോലെ ആത്മാവിലൂടെ നമ്മിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. കാരണം കേവലം ഏദൻ പർദീസായിൽ ദൈവം മണ്ണുകൊണ്ട് ഒരു മനുഷ്യനെ ഉണ്ടാക്കുമ്പോൾ അവൻ ആദാം എന്ന പേരിട്ടു. ആദാം എന്ന പേരിന്റെ അർത്ഥം മനുഷ്യവർഗം, ദ എൻടയർ ഹ്യൂമൻ റൈസ് എന്നാണ്. മനുഷ്യവർഗത്തിന്റെ മുഴുവനും പേരാണ് ആദാം. ആ വർഗത്തെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ഊതിയപ്പോൾ കേവലം ആദാം എന്ന് പറയുന്ന വ്യക്തിയുടെ ആത്മാവിനെ മാത്രമല്ല, ആദാമിൽ സൃഷ്ടിക്കപ്പെടുവാൻ പോകുന്ന സകല മനുഷ്യരുടെ ആത്മാവിനെയും ദൈവം ആദാമിൽ ഊതി. അതുകൊണ്ടാണ് നാം കാല സമ്പൂർണതയിലേക്ക് വരുമ്പോൾ നമ്മുടെ പിതാക്കന്മാരിലൂടെ നമ്മൾ ജഡമെടുത്ത ലോകത്തിലേക്ക് വരുന്നത്. ഇതിനൊരു തെളിവ് നമുക്ക് പറയാൻ കഴിയുന്നത് എവിടെയാണ്? എബ്രായ ലേഖനത്തിന്റെ 7-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നത്, അബ്രഹാം മെൽക്കിസദേക്കിനെ എതിരേറ്റപ്പോൾ ലേവി അവന്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു. വാക്യം അറിയാമോ? എന്റെ പഴയ ബൈബിളാണ്, അറിയാമോ എന്ന് അറിയപ്പെട്ടിട്ടുണ്ട്. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മെൽക്കിസദേക്ക് രാജാക്കന്മാരെ ജയിച്ചു മടങ്ങി വരുമ്പോൾ അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും 10 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും, ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്നർത്ഥം. നമ്മൾ പറയാമെന്ന കാര്യം, അബ്രഹാമിന്റെ മകൻ ഇസ്ഹാക്ക്, ഇസ്ഹാക്കിന്റെ മകൻ യാക്കോബ്, ഈ യാക്കോബിന്റെ മകൻ ലേവി. അപ്പോ 7:10. അപ്പം അബ്രഹാം ശാലേം രാജാവ്, അതായത് സമാധാനത്തിന്റെ പ്രഭു, ജീവാരംഭവും അവസാനമില്ലാത്ത ദൈവപുത്രൻ സദൃശ്യമായ ആ അത്യുന്നതന്റെ പുരോഹിതനായ ശാലേം രാജാവിനെ, അബ്രഹാമിനെ എതിരേൽക്കുമ്പോൾ അബ്രഹാം അവന് സകലത്തിനും ദശാംശം കൊടുത്തു. അബ്രഹാമിനെ അവൻ അനുഗ്രഹിച്ചു. അപ്പോൾ പറയുകയാണ്, ലേവി അവന്റെ കടിപ്രദേശം വരുന്നു. അബ്രഹാമിന്റെ 4-ാം തലമുറ ലേവി ശാലേം രാജാവിനെ എതിരേൽക്കുമ്പോൾ അവന്റെ കടിപ്രദേശം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ 4 തലമുറകൾ ബൈബിൾ പറയുകയാണ് അബ്രഹാമിൽ ഉണ്ടായിരുന്നെങ്കിൽ. 4 തലമുറകളല്ല, 4000 തലമുറകളല്ല, 10,000 തലമുറകളല്ല. ആദാമിൽ നിന്ന് നാം ഈ ലോകത്തിലേക്ക് വന്ന എല്ലാ മനുഷ്യരും ആദാമിന്റെ പാപം വഹിച്ചാണ് ലോകത്തിലേക്ക് വന്നത്. എന്നാൽ ആദാമിൽ പാപം നമ്മൾ അറിയാതെ, നമ്മൾ ചിന്തിക്കാതെ, നമ്മൾ വിചാരിക്കുകയോട് ചെയ്യാതെ പാപത്തിന് നമ്മൾ കടക്കാരായി തീർന്നിട്ടുണ്ടെങ്കിൽ അതിനും എത്രയോ മുമ്പ് ദൈവം സർവകൃപാലുവായിരുന്നു. അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി താൻ വരുന്നതിനെ പ്രഖ്യാപിച്ചുകൊണ്ട് ആടുകളുടെയും കാളക്കിടാങ്ങളുടെയും ബലി കൊടുത്തു പോന്നു.
എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ അവൻ ഈ ലോകത്തിലേക്ക് വന്നു. അങ്ങനെ അവൻ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഈ പുസ്തകം എഴുതിയ യോഹന്നാൻ പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ട് അവന് മുന്നോടിയായി നിയോഗിക്കപ്പെട്ട സ്നാപക യോഹന്നാൻ എന്ന പ്രവാചകൻ അവനെ അവതരിപ്പിക്കുന്നത് സകല ലോകത്തിന്റെയും പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവ കുഞ്ഞായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ആ കുഞ്ഞാടിൽ ദൈവം നമ്മുടെ പാപത്തിന്റെ മുഴുവൻ ശിക്ഷ വിധിച്ചു. അങ്ങനെ സത്യം ദൈവം അവനിൽ നിറവേറ്റി. എന്തിനു വേണ്ടി? നാം അതിനെ താങ്ങുവാൻ ശേഷിയില്ലാത്തതുകൊണ്ട് നമുക്ക് ആ കൃപയുടെ മേൽ കൃപ നാം പ്രാപിക്കേണ്ടതിന്, ആ കൃപയ്ക്ക് നമ്മളെ യോഗ്യരാക്കേണ്ടതിന് അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർക്കും. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ ആരുണ്ട് എങ്കിലും ഒരുവൻ കൃപയും സത്യവും നിറഞ്ഞ ഒരു പാവം പഠിച്ച മനുഷ്യൻ. ഇത്രയും ലോകത്ത് അത്രത്തോളം എളിമയുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിട്ടില്ല. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന് സമനായി ആരുമില്ല, അന്നുമില്ല എന്നുമില്ല. കാരണം അവൻ ഉയരത്തിൽ മഹിമാസനം വിട്ട് ഇറങ്ങി വന്നതാണ്. ഫിലിപ്പിയർ 4:5-7 വരെയുള്ള വാക്കുകൾ പറയുമ്പോൾ അവൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ക്രൂസിലെ മരണത്തോളം തന്നെ താഴ്ത്തിയതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി, ഏറ്റവും അധികം ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങുന്ന ആ നാമം നമ്മുടെ മേൽ വിളിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമം ധരിക്കുക, ഈ ലോകത്ത് ജീവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ആ നാമത്തെ ഇന്ന് അനേകം ആളുകൾ നിഷേധിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കൃപയും സത്യവും നിറഞ്ഞവനായി ക്രിസ്തു നമ്മുടെ ഇടയിൽ പാർത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ നമ്മൾ വായിച്ച കുറുവാക്യത്തിലേക്ക്, സമയം പോയതുകൊണ്ട് ഞാൻ മടങ്ങി വരികയാണ്. വായിച്ച കുറുവാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഏദൻ പർദീസയിൽ വെച്ച് യഹോവയായ ദൈവം വാഗ്ദത്തം ചെയ്തു. കർത്താവ് പറയുന്നത് ചെയ്യരുത് എന്നൊരു പ്രമാണം അവർക്ക് കൊടുത്തു. തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് തിന്നാം, എന്നാൽ തോട്ടത്തിന് നടുവുള്ള നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്നും നീ ഭക്ഷിക്കരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കനി ഭക്ഷിച്ച നാളിൽ അവർ മരിച്ചു. ദൈവം അവരെ ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കി. തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. തോട്ടത്തിന് കാവൽ നിർത്താൻ കറങ്ങുന്ന വാളുമായി കെരൂബുകളെ നിർത്തി. പ്രൈസ് ദി ലോർഡ്. അതിലേക്ക് ഇനിയും അവൻ കടന്ന് ജീവവൃക്ഷത്തിൽ കൂടി പറിച്ചു നിന്ന് അമർത്തിനായി ജീവിക്കാതിരിക്കേണ്ടതിന് അവനെ പുറത്താക്കിയ ദൈവം അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല. അന്ന് മുതൽ ദൈവത്തിന്റെ ആലോചനയാണ് എങ്ങനെയും അവനെ എനിക്ക് പുത്രത്വത്തിലേക്ക് മടക്കി കൊണ്ടുവരണം. ആ ആലോചനയാണ് ന്യായപ്രമാണമായും ന്യായപ്രമാണത്തിന് നിവൃത്തിയായി ക്രിസ്തുവായും ഈ ലോകത്തിലേക്ക് ദൈവം ഇറങ്ങി വരാനിടയായി. നമ്മെ സ്നേഹിച്ച ആ ക്രിസ്തു തന്റെ മഹാസ്നേഹ നിമിത്തം കൽപ്പനകളും ചട്ടങ്ങളും ആയിരുന്ന ന്യായപ്രമാണത്തിന്റെ നടുച്ചുവർ തകർത്ത് യഹൂദനെയും ജാതികളെയും ക്രിസ്തുവിൽ ആ കാൽവരി ക്രൂശിൽ ഒന്നാക്കി തീർത്തു എന്ന് എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 16, 17, 18 വാക്യങ്ങൾ നാം വായിക്കുന്നു. അങ്ങനെ അവൻ നമ്മെ അപ്പസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ ക്രിസ്തു മൂലക്കല്ലായി പണിയപ്പെട്ടിരിക്കുന്ന വിശുദ്ധ സഭയുടെ ഭാഗമാക്കി തീർത്തു. ഹല്ലേലൂയ. അതുകൊണ്ട് തുടക്കത്തിൽ കർത്താവിനെ പ്രാർത്ഥിച്ചതുപോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ സഭ, വിശുദ്ധ സഭ, ജ്ഞാനന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. നാം ഇന്ന് സഭ എന്ന് കാണുന്ന, സോഷ്യൽ മീഡിയയും അല്ലാതെ കാണുന്ന എല്ലാം പാതാള ഗോപുരങ്ങൾ മേഞ്ഞു നടക്കുന്ന സഭയാണ്. വചനം വിറ്റഴിച്ച് വെള്ളമായും തുണിയായും എണ്ണയായും വിൽപ്പനച്ചരക്കാക്കി ദൈവത്തെ പോലും 3 ദൈവങ്ങളാക്കി ചിത്രീകരിച്ച് ഏക ദൈവം എന്ന ദൈവത്തിന്റെ അടിസ്ഥാന കൽപ്പനയെ പോലും മറിച്ചു കളഞ്ഞ് എല്ലാ തരത്തിലുള്ള തിന്മയും എല്ലാ തരത്തിലുള്ള കള്ളവും വ്യാജവും വക്രതയും കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ അതൊന്നും ദൈവത്തിന്റെ സഭയല്ല. ദൈവത്തിന്റെ സഭയെ ശരിയാണ് പാതാള ഗോപുരങ്ങൾ തകർക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ വചനമാണ് അതിന്റെ അടിസ്ഥാനം. അതിനോട് കൂട്ടുചേർക്കുകയോ കുറയ്ക്കുകയോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ ശരീരമായ സഭയാണ്. പ്രൈസ് ദി ലോർഡ്.
നമുക്ക് ദൈവകൃപയാൽ പറയാൻ കഴിയും, ഇത്രയോ വർഷങ്ങളായി നാം ഇന്ന് വരെയും ഈ സത്യത്തെ ആരുടെ മുമ്പിലും അടിയറ വച്ചിട്ടില്ല. ഒരു പ്രസംഗിക്കാൻ ഒരു അവസരത്തിന് വേണ്ടി 10 രൂപയ്ക്ക് വേണ്ടി 1000 രൂപയ്ക്ക് വേണ്ടി നമ്മൾ ഇന്ന് വരെയും ഈ സത്യം ആർക്കും അടിയറ വച്ചിട്ടില്ല. നമ്മളെ ഇന്ന് വേർപെട്ട് നിർത്തിയിരിക്കുന്നതും ഈ ഒരു കാര്യത്തിന്റെ പേരിൽ. മരണം വരെയും, മരണം നമ്മളെ വേർപിരിക്കുന്നവരെയും ഈ സത്യത്തിന് വേണ്ടി നിൽക്കണം. ഘോരഘോരമേ സത്യത്തെ പ്രസംഗിച്ചുകൊണ്ട് ഈ ലോകത്തു നിന്നും മാറ്റപ്പെടണമെന്നാണ് നമ്മളുടെ ആഗ്രഹം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സത്യം ഒന്നേയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മെ ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നു, പറഞ്ഞു തീരാൻ കഴിയാതെ വണ്ണം നമ്മെ സ്നേഹിക്കുന്നു. ബൈബിൾ യോഹന്നാന്റെ ലേഖനം പറയണം, നാം അവനെ സ്നേഹിച്ചതല്ല, മറിച്ച് അവൻ നമ്മെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി തന്നെ പ്രാണനെ ഊറ്റി നമുക്ക് നൽകി. അങ്ങനെ നമ്മെ സ്നേഹിച്ച ആ മഹാസ്നേഹത്തെ തിരസ്കരിച്ച് എത്ര നാൾ നമുക്ക് പിന്മാറി നടക്കാൻ കഴിയും? പ്രിയമുള്ളവരെ, ഈ ദയ എന്നും എന്നേക്കും നീണ്ടു നിൽക്കുകയില്ല. ഇതിന്റെ അവസാനമുണ്ട്. ഒരു ദിവസം, ഒരു നാൾ പൊടുന്നനമേ കർത്താവിന്റെ കാഹളം ധ്വനിക്കും. അന്നുവരെ ക്രിസ്തുവിൽ മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ജീവനോടെ ഇരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കും. അങ്ങനെ നാം ഒരുമിച്ച് മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽക്കുവാൻ പുറപ്പെടും. പിന്നീട് വരുന്ന നാളുകൾ ഈ ലോകത്തിന്റെ കഷ്ടകാലം ആരംഭിക്കും. ഈ ലോകത്ത് ഇന്നുവരെ ഉണ്ടാകാത്ത കഷ്ടകാലം ഈ ലോകത്തുണ്ടാകുമെന്ന് യേശു മത്തായി 24-ലും യെരമ്യാ പ്രവചനം 30:7 പറയുന്നു. ഇത് യാക്കോബിന് കഷ്ടകാലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കഷ്ടത്തിലൂടെ കടന്നു പോകാൻ ഇന്നത്തെ ചെറിയ കഷ്ടങ്ങളെ താങ്ങാൻ കഴിയാത്ത നിങ്ങൾക്ക് കഴിയുമോ? കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് സൗജന്യമായി ക്രിസ്തു കാൽവരിയിൽ നിർവഹിച്ച ഈ രക്ഷയിലേക്ക്, ഈ സ്വാതന്ത്ര്യത്തിലേക്ക്, ഈ പൂർണ്ണതയിലേക്ക്, ഈ പുത്രത്വത്തിലേക്ക് കടന്നു വരുവാൻ എന്നെ കേൾക്കുന്നവരെ ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട്, സോഷ്യൽ മീഡിയയിൽ എന്നെ കേൾക്കുന്നവരും നീ കേൾക്കുന്നവരുമായ എല്ലാവർക്കും ഇന്ന് കേട്ട ഈ സന്ദേശം ഒരു തിരിച്ചറിവിന്റെ, ഒരു മടങ്ങിവരവിന്റെ, ഒരു പുത്രത്വം പ്രാപിക്കുന്നതിന്റെ കാരണമായി തീരുമെങ്കിൽ സ്വർഗം സന്തോഷിക്കും, ഞങ്ങളും സന്തോഷിക്കും എന്ന് പറയുവാൻ മാത്രം ആഗ്രഹിക്കുകയാണ്. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയിൽ ഭാരമേൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഒരു പാട്ടുപാടി ദൈവത്തെ നമുക്ക് നന്ദിയോടെ, ഒരു നന്ദിയുടെ പാട്ടുപാടി ദൈവത്തെ